പ്രചാരണ ഭാഗമായി സംഘടിപ്പിച്ച ഈ നവോത്ഥാന സദസ്സിൽ വളരെ പ്രസക്തമായ പ്രതിപാദനങ്ങളിലൂടെ പ്രൗഢോജ്വലമായ 2 പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു. വളരെ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കെ അല്പം ചില കാര്യങ്ങൾ കൂടി അനുബന്ധമായി സൂചിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. സംസാരത്തെക്കാൾ ചില ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സമയപരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് നിർവഹിക്കാം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ പ്രതിപാദനങ്ങൾ ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഇവിടെ നടത്തി കഴിഞ്ഞു. നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ഇസ്ലാഹി കേരളത്തിന്റെ അവസ്ഥ. തൗഹീദി ആദർശം ഉൾക്കൊണ്ട ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച, അതിനേക്കാളേറെ ഈ ആദർശത്തെ സ്നേഹിച്ച ഓരോ മുജാഹിദുകളും തോളോട് തോൾ ചേർന്ന് പ്രബോധന രംഗത്ത് മുന്നേറിയിരുന്ന ആ കാലഘട്ടം ഇന്നതൊരു നല്ല ഓർമ്മ മാത്രമായി മാറിയിരിക്കുകയാണ് പലർക്കും. ഈ പ്രസ്ഥാനത്തിന്റെ സുഗമമായ മുന്നേറ്റത്തിൽ എവിടെയൊക്കെയോ ചില പരിക്കുകളേറ്റു എന്നത് സത്യം. ആരാണ് പരിക്കേൽപ്പിച്ചത്, എന്തൊക്കെയായിരുന്നു അവരുടെ ഗൂഢോദ്ദേശങ്ങൾ എന്നെല്ലാം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം സമൂഹത്തോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊക്കെ കൂടുതൽ പണിയില്ലാത്ത വിധം കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ശൈഥില്യമുണ്ടാക്കിയ ശക്തികളും അവരുടെ ദുരുദ്ദേശങ്ങളുമൊക്കെ അവരിൽ നിന്ന് തന്നെ ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, അള്ളാഹു ഇല്ല എന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, പടച്ചവനില്ല എന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ 12 വർഷക്കാലത്തെ ചരിത്രമെന്ന് പരിശോധിച്ചാൽ മതിയെന്ന്. അത്രമാത്രം തിരിച്ചടികളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം. 12 വർഷം മുമ്പ് തുടങ്ങിയ വിവാദങ്ങളും ആരോപണങ്ങളും ദുരാരോപണങ്ങളുമൊക്കെ ഒരു പിളർപ്പിലെത്തിച്ചേരുകയും അവിടുന്ന് അങ്ങോട്ട് പിന്നീടുള്ള കാലഘട്ടങ്ങളിലൂടെ ആരൊക്കെയാണോ ഈ വിഷമകരമായ ഈ പ്രതിസന്ധിക്ക് കാരണമായത്, അവരൊക്കെ അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതുപോലെ, നിങ്ങൾ അന്യന് നേരെ അന്യായമായി ആദർശ വ്യതിയാനമോ അധർമ്മമോ ആരോപിച്ചാൽ അത് ആരോപകനിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാഹി ആദർശം നെഞ്ചേറ്റി തൗഹീദിനു വേണ്ടി പോരാടിക്കൊണ്ട് ഈ നാടൊട്ടുക്കും ഈ ആദർശ പ്രബോധനവുമായി മുന്നേറിയിരുന്ന മുജാഹിദ് പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും നേരെയായിരുന്നു ഇല്ലാത്ത ആദർശ വ്യതിയാനം ആരോപിച്ചിരുന്നത്. ആ ആരോപിച്ചവരും ആരോപകർക്ക് കുടപിടിച്ചു കൊടുത്തവരുമൊക്കെ ഇന്ന് വിരൽ കടിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വളരെ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. 10 വർഷം മുമ്പ് 2002 ഓഗസ്റ്റ് 12-ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ 2 കഷ്ണമാക്കുന്നതിന് വേണ്ടി ഇതിന്റെ ചാലകശക്തിയായ യുവജന പ്രസ്ഥാനത്തെ, ISM എന്ന യുവജന പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ടുകൊണ്ട് അന്ന് ബഹുമാനരായ നേതാക്കന്മാർ ഒരു പത്രപ്രസ്താവന ഇറക്കുകയുണ്ടായി. 2002 ഓഗസ്റ്റ് 13-ന് വന്ന പത്രവാർത്തയുടെ ഒരു കട്ടിങ്ങാണ് എന്റെ കയ്യിലുള്ളത്, ചന്ദ്രികയിൽ വന്ന പത്ര കട്ടിങ്. ഇതിലെ കാര്യങ്ങൾ വിശദമായി വായിച്ചു തരാൻ ഇവിടെ സമയമില്ല. ഇന്നലെ ബഹുമാനരായ മുസ്തഫ ഫാറൂഖി ISM-നെ പിരിച്ചുവിടുന്ന കാലഘട്ടത്തിൽ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മുസ്തഫ ഫാറൂഖിയുമായി കുറച്ച് സംസാരിക്കാൻ അവസരമുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ പത്രക്കട്ടിങ് നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളോട് പങ്കുവെക്കേണ്ടതായുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ ചരിത്രത്തിൽ ആ പിളരുന്ന ഘട്ടത്തിലെ കമ്മിറ്റിയിലെ ഒരു പ്രധാന ഭാരവാഹിയായിരുന്നു ഞാൻ എന്നത് വളരെ വിഷമകരമായ ഒരു ഓർമ്മയാണ്. അതേസമയം ഞങ്ങളെ പിരിച്ചുവിട്ടുകൊണ്ട് ഞങ്ങൾക്ക് തന്ന കത്തിൽ, ആ കുറ്റപത്രത്തിൽ നിറയെ നന്മകൾ മാത്രമായിരുന്നു എന്നത് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുതയുമാണ് എന്നാണ്. അതാണ് ഈ പത്രക്കുറിപ്പിൽ നിറയുള്ളത്.
ISMനെ പിരിച്ചുവിട്ടതിന്റെ കാരണമായി 8ഓളം കാരണങ്ങൾ അന്ന് പത്രങ്ങൾക്ക് ബഹുമാനായ TP അബ്ദുള്ള കോയ മദനിയും AP അബ്ദുൽ ഖാദർ മൗലവിയും ഒപ്പുവെച്ച് നൽകിയ 8ഓളം കാരണങ്ങൾ അന്നത്തെ എല്ലാ പത്രങ്ങളിലും അച്ചടിച്ചു വന്നിരുന്നു. ഈ 8 കാരണങ്ങളിൽ ഒന്നുപോലും അതിന്റെ 3 വർഷം മുമ്പ് തുടങ്ങിവെച്ച ആദർശ വ്യതിയാന ആരോപണങ്ങളിൽപ്പെട്ട ഒന്നുപോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. നേരത്തെ ബഹുമാനായ ലത്തീഫിവിടെ സൂചിപ്പിച്ചു, മരം നട്ടു, ഹജ്ജ് സെല്ല് നടത്തി കുറെ ആളുകൾക്ക് ആദർശബദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ അവസരം നൽകി. അത്തൗഹീദ് എന്നൊരു മാസിക പ്രസിദ്ധീകരിച്ച് തൗഹീദിന്റെ സന്ദേശം, ആദർശത്തിന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്മേളനം ഫറൂഖിൽ നടത്തി. ഇങ്ങനെ കുറെ കുടുംബങ്ങളിലെ ശൈഥില്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഫാമിലി സെൽ എന്നൊരു സംവിധാനം തുടങ്ങി. ഇതൊക്കെയായിരുന്നു ISMനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഇവർ പത്രങ്ങൾക്ക് പോലും എഴുതി കൊടുത്ത പരാമർശങ്ങൾ, കാരണങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കുറെ നടപടികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിളർപ്പുമായി ഈ ലോകം സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനായ ലത്തീഫ് കുറെ സൂചിപ്പിച്ചു. അങ്ങനെ കുറെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് നടുവിൽ അന്ന് തന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം 2002 ഓഗസ്റ്റ് 19 മാധ്യമത്തിൽ ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു അഭിമുഖം വന്നു. നേരത്തെ ലത്തീഫ് സൂചിപ്പിച്ചു, ഏഷ്യാനെറ്റിൽ വന്നൊരു അഭിമുഖം. സമാനമായൊരു അഭിമുഖം മാധ്യമം പത്രത്തിന്റെ 2002 ഓഗസ്റ്റ് 19 മാധ്യമം പത്രത്തിൽ വന്നു. അതിൽ വളരെ വിശദമായ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യവും ഉത്തരവും വായിക്കാതെ നിർവാഹമില്ല. അതിൽ ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ രൂപീകരിച്ച ISMന്റെ അഡ്ഹോക് കമ്മിറ്റിയും ഇതേ പാതയിൽ നീങ്ങിക്കൂടുന്നതിന് എന്താണ് ഉറപ്പ് എന്നായിരുന്നു ചോദ്യം. അന്ന് ISMനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇവർ പ്രതിഷ്ഠിച്ച, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാറൂഖ് ഹോസ്പിറ്റലിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി, ആ അഡ്ഹോക് കമ്മിറ്റി ഇനി ഈ പിരിച്ചുവിടപ്പെട്ട ഈ ആളുകളുടെ വഴിയെ പോയിക്കൂടെന്ന് എന്താണ് ഉറപ്പ് എന്ന് മാധ്യമത്തിന്റെ ലേഖകൻ ചോദിച്ചപ്പോ ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി നൽകിയ മറുപടി, വിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കില്ലെന്നാണ് പ്രമാണം. വിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കില്ലെന്നാണ് പ്രമാണം. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ISMനെ KNMന്റെ ശിക്ഷണത്തിലും മാർഗത്തിലും പോഷക സംഘടനയായി തന്നെ നിലനിർത്തുമെന്ന് ചുരുക്കം. ഈ പരാമർശം ഒന്നുകൂടെ ഇപ്പൊ ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിക്കോ TP അബ്ദുൽ ഖാദർ മദനിക്കോ പറയാൻ കഴിയോ? വിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കില്ല. 2 അല്ലല്ലോ, എത്ര തവണ കടിച്ചു 10 കൊല്ലത്തിന്റെ ഉള്ളിൽ? അപ്പൊ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കടിയേറ്റവർ വിശ്വാസിയല്ല എന്നാവേണ്ടി വരും. വിശ്വാസിയെ 2 തവണ കടിക്കൂല എന്ന് ഇവിടെ പ്രസ്താവിച്ച സ്ഥിതിക്ക് എത്ര കടിയാലുണ്ടത്? ഇപ്പോ ഏറ്റവും ഒടുവിൽ സ്വന്തം സമ്മേളനത്തിന്റെ പ്രചരണം പോലും ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പിന്മുറക്കാർ നടത്തരുത് എന്ന് പ്രസ്താവനയും സർക്കുലറും ഇറക്കേണ്ടി വന്ന ഒരു കടുത്ത ദുര്യോഗത്തിലാണ് ഇവർ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ ദയനീയമായൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് ആ കാലത്ത് തന്നെ ആ വാർത്ത പ്രസിദ്ധീകരിച്ച 2002 ഓഗസ്റ്റ് മാസത്തിലെ 16-ാം തീയതി പുറത്തിറങ്ങിയ വിചിന്തനമാണിത്. ഈ വിചിന്തനത്തോടു കൂടിയാണ് കേട്ടോ വിചിന്തനം KNM ഏറ്റെടുത്തത്. ആ വാർത്ത ഇതിലുണ്ട്. അത്തൗഹീദ് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് ISMനെ പിരിച്ചുവിട്ട ആൾക്കാർ അത്തൗഹീദ് കീഴിലെ പഠിതാക്കൾക്ക് വേണ്ടി ISMന്റെ സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ആ സമിതിയിൽ KNMന്റെ പ്രതിനിധിയിരിക്കെ ആ തീരുമാനം അംഗീകരിച്ച് എഴുതുകയും ചെയ്തിട്ട് പോലും KNMനോട് ചോദിക്കാതെ ഒരു പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് ISMന്റെ കഴുത്ത് വെട്ടാൻ ഒരുങ്ങിയ ആൾക്കാർ ആരോടും ചോദിക്കാതെ തുടങ്ങിയ വിചിന്തനം എന്നൊരു വാരിക, ആരോടും ചോദിക്കാതെ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾക്കെതിരിൽ അന്ന് ശബാബ് ഔദ്യോഗികമായ യുവജന പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായിരിക്കെ അതിനെതിരിൽ തുടങ്ങിയ ഒരു പ്രസിദ്ധീകരണത്തെ ഏറ്റെടുക്കുക ചെയ്തത്. അത് ഈ ലക്കത്തോടുകൂടി അവർ ഏറ്റെടുത്തു. ഇതില് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണുള്ളത്. ഇതില് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ഫോട്ടോ വെച്ചൊരു പ്രസ്താവനയുണ്ട്. ബഹുമാന്യരായ സുഹൃത്ത് സയ്യിദ് മുഹമ്മദ് ഷാക്കിറും CP സലീമും അവരുടെ സ്വന്തം ഫോട്ടോ വെച്ചിട്ടൊരു പ്രസ്താവന. ഈ പ്രസ്താവന ഇതുപോലെ തന്നെ ഇന്നൊരാവർത്തി ഈ ബഹുമാന്യരായ നേതാക്കന്മാർ വായിച്ചു നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അന്ന് ISM-നും മുജാഹിദ് പണ്ഡിതന്മാർക്കും ബഹുമാനായ CP ഉമർ സുല്ലമി, അതുപോലെ തന്നെ MT അബ്ദുറഹ്മാൻ മൗലവി, അമ്മാങ്കോത്ത് അബൂബക്കർ മൗലവി, KK മുഹമ്മദ് സുല്ലമി തുടങ്ങിയ ബഹുമാനരായ പണ്ഡിതന്മാർക്കൊക്കെ തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, ആദർശരംഗത്ത് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ അതിന് തെളിവായിക്കൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇവരെഴുതി കൊടുത്ത പ്രബന്ധത്തിൽ അവർ പറഞ്ഞിരുന്ന കാരണം ഈ വ്യതിയാനം ഇവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഗൾഫിലെ ചില ശൈഖുമാരും ഗൾഫിലെ ചില സംഘടനകളുമായിരുന്നു എന്നാണ്. അന്ന് ഗൾഫിലെ ശൈഖുമാരുടെയും ഗൾഫിലെ സംഘടനകളുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശൈഥില്യമുണ്ടാക്കാൻ നിന്ന ആളുകളോട് നമ്മൾ ചൂണ്ടിക്കാണിച്ചു, ആ ആളുകളുടെ ആദർശം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ അപകടമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ അഭിപ്രായം, അവരുടെ ആദർശം നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്തൊരാദർശങ്ങൾക്കെതിരാണോ ഇവിടെ പോരാടിയത്, എന്തൊരാദർശ വ്യതിയാനങ്ങൾക്കെതിരാണോ ഇവിടെ പോരാടിയത്, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ഇവിടെ നിലകൊണ്ടത്, അതൊക്കെ തകിടം മറിക്കാൻ ആ ഇറക്കുമതി കാരണമാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ജിന്ന് സിഹർ പോലുള്ള വികലമായ ആ വിഷയങ്ങളിലുള്ള വികലമായ വിശ്വാസങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾക്കെതിരായ വിശ്വാസാദർശങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്ന് അതിന് നേരെ കണ്ണടച്ച നേതാക്കന്മാർ ഇതാ ഇപ്പോ ഈ പ്രസ്താവനയിൽ ബഹുമാനരായ സുഹൃത്തുക്കൾ CP സലീമും അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് ഷാക്കിറും നൽകിയ പ്രസ്താവനയിൽ അവർ പറയുന്നു, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അശ്രാന്ത പരിശ്രമം നടത്തി കേൾവി പോലുമില്ലാത്ത പുതിയ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപഹാസ്യവും ലജ്ജാകരവുമാണ്. ഇരിക്കാൻ സാധിക്കാതെ വരുമ്പോഴുള്ള ഇത്തരം ജൽപ്പനങ്ങൾ കേരള ജനത തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ ആൾക്കാർ വിരലിടിക്കാൻ എളുപ്പം. കേട്ടുകേൾവി പോലുമില്ലാത്ത എന്നിവർ പറഞ്ഞ വളരെ സത്യ. ബഹുമാനായ TP അബ്ദുൽ കോയ മദനി അദ്ദേഹത്തിന്റെ നിരവധി പ്രസംഗങ്ങളിൽ ഈ ഒരു വ്യതിയാനം കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കേട്ടുകേൾവി പോലുമില്ലാത്ത ആദർശ വ്യതിയാനം എന്ന് തന്നെയാണ്. അന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിരുന്നു. നമുക്കറിയാലോ, അന്ന് ചൂടടിച്ച് നമുക്ക് നേരെ കുതിര കയറാനായിരുന്നു ഇവർക്കൊക്കെ താല്പര്യം. ഈ അന്ധവിശ്വാസങ്ങൾ ഇപ്പൊ തുടങ്ങിയതാ. 2002 ചില ആളുകളൊക്കെ കണ്ണു തുറക്കുന്നത്. 2012 2002 പിറക്കുന്നതിന് മുമ്പ് 99 ഈ വിവാദം ആരംഭിച്ച് ഗൾഫിലെ ചില ആളുകളുടെ സ്വാധീനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ബഹുമാനായ MI മുഹമ്മദ് സുല്ലമി ഗൾഫ് സലഫിസവും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയത് തന്നെ ഈ പശ്ചാത്തലത്തിലായിരുന്നു. അന്ന് അതിലൊക്കെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ, ഇറക്കുമതി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ആ വിഷയങ്ങൾ അതൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തല്ലോ. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച ആൾക്കാരോട് ആ ഒരു നിലക്കുള്ള ചെറിയൊരു ആദരവെങ്കിലും കാണിച്ചൂടെ? പക്ഷെ അവിടെ ഒതുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും സാൽവേഷൻ, കോഴിക്കോട് നടന്ന സാൽവേഷനിൽ നടന്ന ആ ചോദ്യോത്തരം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു സുഹൃത്ത്, വാഴക്കാട് സ്വദേശിയായ സബീഹ് എന്ന് പേര് പറഞ്ഞ ഒരു സുഹൃത്ത് അന്ന് ചോദിച്ചത്, വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ജിന്നാണ് എന്ന് ശംസുദ്ദീൻ പാലത്ത് പ്രസംഗിക്കുന്നു, ഇത് യാഥാസ്ഥികതയിലേക്കുള്ള തിരിച്ചുപോക്കല്ലേ എന്നായിരുന്നു ചോദ്യം. അതെ എന്ന് പറയേണ്ടിയിരുന്ന ആ ചോദ്യത്തിന് വേണ്ട, അല്ല എന്നെങ്കിലും പറയാമായിരുന്നു. അത് രണ്ടും പറയാതെ ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമിക്ക് നേരെ, അതുപോലെ തന്നെ CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ അരമണിക്കൂറോളം കാറി പ്രസംഗിച്ചു ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി. ഈ ജിന്ന് വിഷയത്തിൽ, സിഹിർ വിഷയത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന വിവാദങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ കുതിര കയറാൻ ആവേശം കാണിച്ചിരുന്നവരൊക്കെ ഇന്ന് എന്തൊരു ഉദ്ദേശത്തിലാണ് ചില ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നത് നമുക്കറിയാം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്ന പിളർപ്പിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കോടതിയിൽ നൽകിയ ആ കേസ്. ബഹുമാനായ AV അബ്ദുറഹ്മാൻ ഹാജിക്കെതിരെ, PC അഹമ്മദ് സാഹിബിനെതിരെ, ഹുസൈൻ മടവൂർ സാഹിബിനെതിരെ ഇവര് നൽകിയ കള്ളക്കേസ് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത പച്ചക്കള്ളത്തിന് താഴെ ഇതുകൾ സത്യം എഴുതി ഒപ്പിട്ട് ബഹുമാനരായ പണ്ഡിതന്മാരാണത് കോടതിയിൽ നൽകിയിട്ടുള്ളത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന KNM-ന് വേണ്ടി കോടതിയിൽ നൽകിയ ആ കേസിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അന്യായക്കാരൻ മാത്രമല്ലല്ലോ വരിക. ആ സംഘടനയുടെ പ്രസിഡന്റ് വരും, ഭാരവാഹികൾ വരും, അതിന് കൊട പിടിച്ചു കൊടുക്കുന്ന, അതിനെ ജൈവിളിക്കുന്ന, കൊടി പിടിക്കുന്ന അതിന്റെ അനുയായികൾ ഓരോരുത്തരും വരില്ല അതിന്റെ ഉത്തരവാദിത്വത്തിൽ. ബഹുമാനായ AV അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ടുപോയി, PC അഹമ്മദ് സാഹിബ് മരണപ്പെട്ടുപോയി. ഇവരുടെ മരണശേഷം പോലും
ഈ അന്യായക്കാരൻ ബഹുമാന്യനായ പണ്ഡിതൻ എ.പി. അബ്ദുൽ ഖാദർ മൗലവി കോടതിയുടെ സമക്ഷം ജീവനോടെ ചെന്ന് അദ്ദേഹം നേർക്കുനേരെ പറയുകയാണ്, എ.വി. അബ്ദുറഹ്മാൻ ഹാജി അവിടെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം സാക്ഷി നിൽക്കുന്നു, കള്ളസാക്ഷ്യം പറയുന്നു കോടതിയിൽ. മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ അറിയാലോ, നാളെ പരലോകത്ത് ഈ കേസിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തിനായിരുന്നു ഈ കേസ് നൽകിയത്? ലെറ്റർ പേഡും സീലും പേരും നമുക്ക് കിട്ടണം, അല്ലേ? ലെറ്റർ പേഡും സീലും അതുപോലെ തന്നെ ഈ സംഘടനയുടെ പേരും കിട്ടാൻ വേണ്ടി വളരെ നീചമായ അതിനീചമായ ഒരു കള്ളക്കേസിന്റെ താഴെ ഒപ്പിട്ട് ഇതുകൾ സത്യം എന്ന് എഴുതി കള്ളസത്യം എഴുതിക്കൊടുത്ത ഈ കേസ് ഇങ്ങനെ നേടിയെടുത്ത ആ ലെറ്റർ പേഡിന്റെ അവസ്ഥ എന്താപ്പം? സർക്കുലറുകളുടെ പടയാണ്. ഇപ്പോ ഈ ലെറ്റർ പേഡ് അടിച്ചു കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരവസ്ഥ. അത്രമാത്രം സർക്കുലർ ദിവസവും പുറത്താക്കിക്കൊണ്ടും അകത്താക്കിക്കൊണ്ടും നിരീക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടും അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞുകൊണ്ടും ഇങ്ങനെ പല തരത്തിലുള്ള ഇതിപ്പോ കുറെ ഈ അടുത്ത കാലത്ത് വന്ന കുറെ സർക്കുലറാണ്. ഇതിപ്പോ വായിക്കാൻ ഇവിടെ സമയമില്ല. കണ്ടമാന സർക്കുലറുകൾ പറയാറുണ്ട്. മുജാഹിദ് സെന്ററിന് പണ്ടൊക്കെ കണ്ടാൽ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് 2 സർക്കുലർ പോവാറുണ്ട്, 2 പത്രക്കുറിപ്പ് എല്ലാ വർഷവും. അത് റമളാൻ മാസവും അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസം, പിന്നെ മൂന്നുണ്ടോ ശവ്വാൽ മാസം. ഇത് കണ്ടാൽ വിവരം അറിയിക്കണം. ഇപ്പൊ കണ്ടാൽ വിവരം അറിയിക്കണം എന്നിട്ട് വേറെ സർക്കുലർ പോകുന്നുണ്ട്. എന്തൊക്കെയെന്നറിയോ? ജക്കരിയ സലാഹിയുടെ പരിപാടിക്ക് പോകുന്നവരെ കണ്ടാൽ വിവരം അറിയിക്കണം, ഒരു സർക്കുലറാ. വേറെ കേരളത്തിൽ ജിന്ന് ചികിത്സ നടക്കുന്ന കൗൺസിലിംഗ് സെന്റർ കണ്ടാൽ വിവരം അറിയിക്കണം, വേറൊരു സർക്കുലറാ. ഇങ്ങനെ കണ്ടാൽ വിവരം അറിയിക്കാൻ, നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ പുറത്താക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ പുറത്താക്കിക്കൊണ്ട് ഇങ്ങനെ കുറെ സർക്കുലറുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദുര്യോഗമല്ലത്. ഒരു കള്ളക്കേസിന്റെ ബലത്തിൽ പിടിച്ചെടുത്ത സർക്കുലറും ഒപ്പാണ്. ഇതിൽ തന്നെ കള്ളപ്പെടുന്നുണ്ട്. ഇപ്പം മഞ്ചേരിയിൽ ഈ അടുത്ത കാലത്ത് എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ പേരിൽ ഒപ്പിട്ടിട്ട് അവിടുത്തെ ആൾക്കാർ ഈ സർക്കുലർ ഉണ്ടാക്കി അയച്ചു. അതിന്റെ പേരിൽ ഒരു കേസുണ്ട്. കേസ് കണ്ടമാനുണ്ട് കേട്ടോ. എ.വി. അബ്ദുറഹ്മാൻ ഹാജിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്ത ആൾക്കാർ ഇപ്പൊ പല കേസിലും പ്രതിയാ, സ്വന്തം അനുയായികളിൽ നിന്ന് കുറെ കേസ്. ഇന്നലെ ഇവരിപ്പോ ഈ അടുത്ത കാലത്ത് പുറത്താക്കിയ സാജിദ് തിരുവങ്ങാടിയുടെ പ്രസംഗം കേട്ടു. അയാളും കൊടുത്തിട്ടുണ്ട് അത്ര എ.പി.ക്കും ഡി.പി.ക്കും ഇതിലൊരു കേസ്, അയാളെ പുറത്താക്കിയതിന്റെ പേരിൽ. ഇങ്ങനെ കേസുകളുടെ പ്രളയാണ്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അനുഭവിച്ചു തീർക്കാനുള്ളതാണ് എന്നതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെടുന്നില്ല. ഏതായാലും ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്താണോ പറഞ്ഞത് അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഒരാളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ സുഹൃത്തെ അത് കഴിക്കരുത്, അതിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാതെ വിഷമുണ്ട് എന്ന് പറഞ്ഞ ആളത്ത് ചീത്ത പറഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചിട്ട് പിന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോ അതില് ഒരു വിഷബാധ ഏറ്റാൽ അപ്പോഴെങ്കിലും ഞങ്ങളോട് ചെറിയൊരു സ്നേഹം. ഈ പറഞ്ഞ ഞാൻ അവനെ ആട്ടിയത് പഴയ കുട്ടികളുടെ ഒരു കഥ ഉണ്ടല്ലോ, ഈ അകത്തൊരു പാമ്പിനെ കണ്ടിട്ട് പുറത്തു നിന്ന് കുറച്ചൊരു നായനെ കൊന്നൊരു വീട്ടുടമസ്ഥന്റെ കഥ. അതുപോലെ ആ ഒരു മനോഭാവം നമ്മളെ രക്ഷപ്പെടുത്തിയ, ഇതിന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളുകളോട് ആ മനോഭാവം ഒന്ന് മാറ്റിക്കൂടെ? എന്നാലും മടവൂരികൾ എന്ന വിളി, അതുപോലെ തന്നെ പരിഹാസങ്ങൾ, ഒതുക്കാനുള്ള ഒതുക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ അക്രമങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ കുറെ നെറികേടുകൾ. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് ാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അത്രമാത്രം നെറികേടുകളാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ചെയ്തു തീർത്ത്. ഇവിടെ പറഞ്ഞു തൊട്ടടുത്ത കരുവന്തിരുത്തി പള്ളി 2.5 വർഷക്കാലം അവിടുത്തെ സുജൂദ് മുടങ്ങിയതിന്റെ ഉത്തരവാദി ആരാ? പടച്ചതമ്പുരാന്റെ മുമ്പിൽ എന്ത് മറുപടി അതിന് പറയാ? എന്താ കരുതി വെച്ചിട്ടുള്ളത്? അതിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനരായ നേതാക്കന്മാർ എന്ത് മറുപടിയാണ് പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് കരുതി വെച്ചിട്ടുള്ളത്? ഏറ്റവും ഒടുവിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോടതി വിധിച്ചു അതിന്റെ അവകാശികൾക്ക് ആ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടി കോടതിയുടെ വിധി വന്നു. പക്ഷേ ഒരു ചെറിയൊരു ക്രമപ്രശ്നം, 1 മാസം അപ്പുറത്തേക്ക് അത് തുറക്കാൻ പാടുള്ളൂ. 1 മാസം അപ്പുറത്തേക്ക്. ആ 1 മാസത്തിനുള്ളിൽ വിശുദ്ധ റമളാൻ വരുന്നുണ്ട്. ആ റമളാനിൽ അവിടുത്തെ മുവഹിദുകൾക്ക് നമസ്കരിക്കാൻ മറ്റൊരിടമില്ല. അത് ആ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോടതി അന്യായക്കാരുടെ അഭിപ്രായം തേടി. ആരാ അന്യായക്കാരെന്ന്? ബഹുമാന്യരായ നേതാക്കന്മാർ. ആ പദം വളരെ ഉചിതമാണോടെ, അന്യായത്തിന്റെ ആൾക്കാർ. ഈ നേതാക്കന്മാരോട് അഭിപ്രായം തേടിയപ്പോ ഈ റമളാൻ മാസത്തിൽ ആ പള്ളി തുറന്നാൽ അവിടെ അനിഷ്ട സംഭവം ഉണ്ടാവുമെന്ന് എഴുതിക്കൊടുത്തത്, കോടതിയെ ബോധിപ്പിച്ചത് ബഹുമാന്യരായ ടി.പി. അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരാണെന്ന് ഓർക്കുമ്പോ ലജ്ജ തോന്നുന്നില്ല നമുക്ക്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ നമ്മളൊക്കെ ഏറെ ആദരിച്ച, ഏറെ ബഹുമാനിച്ച, ഇന്നും ആദരവ് നെഞ്ചേറ്റുന്ന നമ്മുടെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള നെറികേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത് കേവലം ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. വളരെയധികം വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ
വളരെ പെട്ടെന്ന്, സമയം വളരെ വൈകിയത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇപ്പം മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങളൊക്കെ നമുക്കറിയാം. ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഒന്നും നടക്കുന്നില്ല. അപ്പൊ പരപ്പനങ്ങാടിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ട് അബ്ദുറഹ്മാൻ സൽഫി പ്രസംഗിച്ചതാ, ഒരു തറവാട്ടിൽ ഇങ്ങനെ അടുക്കളയിലെ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ചൊക്കെ ഉണ്ടാവും. അത് അയലൊക്കക്കാരങ്ങനെ നോക്കിക്കേണ്ട ആവശ്യമില്ല എന്നാ. ഈ പാത്രം കൂട്ടിമുട്ടി പൊട്ടി തമർന്ന് അങ്ങനെ പലതുമായിട്ടുണ്ട്. എന്നാലും അതന്നെ പറയുന്നത്. ഈ അടുത്ത കാലത്ത് തൊട്ടടുത്ത സ്ഥലത്ത് വന്ന ഈ അടുത്ത കാലത്ത് ചാലിയത്ത് വന്നിട്ട് ബഹുമാനായ ഹുസൈൻ സൽഫി ഒരു പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഈ പുതിയ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് കേൾക്കാം. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ പറയണ്ട, അടിച്ച് ചികിത്സിക്കണമെന്നാ പറയുന്നത്. അടിക്കണമെന്ന് ആ രൂപത്തിൽ ആരാണത് പറയുന്നത്? ആർക്കും ആ വാദം കേരള ജംഇയ്യത്തുൽ ഉലമയിലില്ല. പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിക്കലും ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. കേട്ടല്ലോ, നടക്കൂലെന്നൊക്കെ പാടിയിട്ട് ഒരു മാസം തികയുന്നതിന് മുമ്പ് നടന്നല്ലോ. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇയാളിപ്പോ എവിടെ നിൽക്കുന്നത്? ഇത് അന്വേഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പാടിപ്പോയതാണല്ലോ. ഏത് ഭാഗത്തായിരിക്കും? ആ ഒരു സംശയം പല ആളുകൾക്കുണ്ട്. ഇപ്പൊ ഏകദേശം ഭാഗം നിർണയിച്ചിട്ടുണ്ട് എന്നാ തോന്നുന്നത്, നിശ്ചയിച്ചിട്ടുണ്ട് എന്നാ തോന്നുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ പുതിയൊരു പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ ആകെ ഈ മുസ്ലിയാക്കന്മാര് അള്ളയില്ലാത്തവരെ വിളിച്ച് തേടാൻ, പുത്തമ്പള്ളി വലിയനെയോ അല്ലെങ്കിൽ ആരെ വിളിച്ച് തേടാനും ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന ഒരു ദുർബല ഹദീസ്, അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ, ദുർബലമായ ഹദീസാണ്. അതിന്റെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായ ഒരു സംഗതിയെ പറ്റി ഞങ്ങൾക്ക് എന്ത് ചർച്ചയാണ്? നമുക്ക് വിജനപ്രദേശത്തും ഏത് പ്രദേശത്ത് പോയാലും എവിടെ അകപ്പെട്ടാലും അല്ലാ എന്നല്ലാതെ പാടുന്നില്ല. ഞാനൊരു മൊഴിയില്ല. മുൻഗാമികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഒരു ശരിയാൻ വിചാരിച്ച് ചെയ്തെങ്കിൽ അവരവരുടെ കാര്യം കൊണ്ട് പോയിക്കോട്ടെ. അവർ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളാരും എന്റെ പിന്നാലെ കൂടണ്ട. നമുക്കത് ഹദീസ് സഹിയല്ല, ഈ പറയുന്ന ആശയം സഹിയല്ല. പിന്നെ നമ്മളത് ചെയ്താൽ വലിയ അപകടത്തിലേക്ക് അബദ്ധത്തിലേക്കും ചെന്നു ചാടും. ഏകദേശം അയാള് എവിടെ നിൽക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ വിവാദത്തില് ഇത് പറയുന്ന സൈഡിലാണ് ഇപ്പൊ ഇയാൾ ഔദ്യോഗികത്തിലേക്ക് ഏകദേശം ചാഞ്ഞിട്ടുണ്ട്. അവിടെയാണ് സൗകര്യങ്ങളൊക്കെ കൂടുതലുള്ളത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പഴയതുപോലെ തന്നെ സൗകര്യങ്ങളുള്ളിടത്തേക്കൊന്ന് ചാഞ്ഞിട്ടുണ്ട്. ഏതായാലും ആരായി അയായി ബാറിലായിരുന്നു എന്നുള്ള വിഷയം പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞത്? സക്കരിയ സലാഹിയാണോ? മുജാഹിദ് വാലിശ്ശേരിയാണോ? ഇവരെ ഇതിന്റെ പേരിൽ പറഞ്ഞു ഈ നാടോടുണ്ടായ പ്രസംഗമൊക്കെ നമ്മുടെ പ്രദേശത്തൊക്കെ വന്നു പോകുന്ന ആൾക്കാർ ഇവരൊക്കെ എന്ത് നിലപാടെടുത്തിരുന്നത്? 2007 ഏപ്രിൽ മാസത്തിലാണ് ഈ വിഷയം ജബ്ബാർ ഇരുന്നത്. 2007 ഇവരുടെ നാവിലൂടെ നമ്മൾ കേൾക്കാൻ തരുന്നു. ആരെങ്കിലും ഈ വിഷയം ഇവിടെ പറയാതെ നിന്നിട്ടുണ്ടോ? യഥാർത്ഥ മുജാഹിദുകൾ ബഹുമാനായ CP ഉമർ സുലൈമിയുടെ നേതൃത്വത്തിൽ അപകടമാണ് ചൂണ്ടിക്കാണിച്ചതാ. ഈ പ്രദേശത്ത്, ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? ബഹുമാനായ നേതാവ് ഇടക്കിൽ തന്നു പറഞ്ഞിട്ടില്ലേ? ഈ പിങ്ങിട്ടിട്ടില്ലേ?
ഈ അവര് കണ്ണാത്തിലെത്തി അന്ന് കണ്ണാത്തിരിച്ച് സനാത്താൻ വേണ്ടി അന്വേഷിക്കുന്നു. കണ്ണാത്തത്തിന് വേണ്ടി ആ സർവശത്ത് കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്. ബഹുമാനായ ടി പി അബ്ദുൽ കോയ മദനിയുടെയും എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെയും നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം അവരുടെ ഏറ്റവും വലിയ പണ്ഡിതനായി അവർ കൊണ്ടു നടക്കുന്ന ഒരു സാധനം. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഖുറാഫികളിടയിൽ നിന്ന് ഇങ്ങോട്ട് പണ്ട് പതിയുടെ നാട്ടിൽ ആ പതിയുടെ അതേ സ്വഭാവമൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉള്ളിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ. ഇതിന്റെ പാരമ്പര്യം എന്താണെന്നറിയില്ല, പൈതൃകം എന്താണെന്നറിയില്ല, ആദർശം എന്താണെന്നറിയില്ല. ഇയാളെ ഇവര് മുന്നിൽ നിർത്തുന്നത് ബഹുമാനരായ പണ്ഡിതന്മാർ എ പി അബ്ദുൽ ഖാദർ മൗലവി, ടി പി അബ്ദുൽ കോയ മദനി, എം എം മദനി, പാലത്ത് അബ്ദുറഹ്മാൻ മദനി, ഇവർക്കൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലും ഈ ആദർശ പ്രബോധന രംഗത്തുമുള്ള പാരമ്പര്യം നമുക്കറിയാം. ഈ ആദർശം നെഞ്ചേറ്റുകയും ആളുകൾക്കിടയിൽ ഈ ആദർശം പ്രചരിപ്പിക്കാൻ വിയർപ്പൊഴുക്കുകയും ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാർ ഇവർക്ക് ഇടക്കാലത്ത് വന്ന ഈ പ്രശ്നങ്ങളിൽ ഈ വ്യതിയാനങ്ങളിലുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് ചെയ്തങ്ങൾ അടിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ഈ ബഹുമാനരായ പണ്ഡിതന്മാർ പിന്നോട്ട് നിന്നിട്ട് അവർ മുന്നോട്ട് നിർത്തിയ ആൾക്കാരാണ് ഇന്നലെ കയറി വന്ന ഒരു ഖുറാഫി. ഇന്നലെ കയറി വന്ന ഒരു മുസ്ലിയാരാണ് ഇവർ കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പുലിക്കൽ സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ വത്തക്ക കച്ചവടം നടത്തിയിരുന്ന ഒരാളാണ്, അന്നത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രവർത്തകനാണ്. ഇപ്പൊ ഇവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കുവൈത്തിൽ നിന്നിട്ട് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഈ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉള്ള ആദർശം അറിയുന്ന ബഹുമാനരായ പണ്ഡിതന്മാർ പിന്നോട്ട് നിന്ന് ഇത്തരക്കാരെ മുന്നോട്ട് നിർത്തിയതാണ് ആ സംഘടനയിൽ സംഭവിച്ച ഒന്നാമത്തെ ദുരന്തം. അനസ് മുസ്ലിയാർ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന അനസ് മുസ്ലിയാർ, അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഈ ആയിബാദുള്ള എന്ന വിഷയം സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം കേട്ടോക്കൂ. അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന തെറ്റതിൽ ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാം, ആരെങ്കിലും എന്നെ സഹായിക്കണേ ഇല്ല. അയാൾക്ക് എന്റെ കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചിഹ്നുണ്ടെങ്കിൽ ചിഹ്നം കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമല്ല. കേട്ടോ, ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ഒരാളാ ഇപ്പൊ സക്കരിയ സലാഹിയെ കടിച്ചു തിന്നാൻ വേണ്ടി മുന്നിൽ നിർത്തുന്ന ആളാ. ഇദ്ദേഹവും അബ്ദുറഹ്മാൻ സലഫിയും എല്ലാവരും ഈ വിഷയം ഇവിടെ പറഞ്ഞു നടന്നിരുന്ന ആൾക്കാരാ. നമ്മളെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ ആദർശം പിന്നോട്ട് വെച്ച് ഇവർ ഇത് പ്രചരിപ്പിച്ചു നടന്നു. എന്നിട്ട് ഇപ്പൊ പ്രശ്നമായി. സക്കരിയ സലാഹിയെ പോലുള്ള ആൾക്കാർ ഇത്തരം ക്ലിപ്പിങ്ങുകളും ഇദ്ദേഹം പറഞ്ഞതൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പോ ഇയാളുടെ ഒരു തൗബ, ഇയാളുടെ ഒരു ഭയങ്കര തൗബ. അത് ഇയാൾ മാത്രമല്ല, ഇയാള് അബ്ദുറഹ്മാൻ സലഫിന്റെയും അതുപോലെ തന്നെ കായക്കോടി അനീഫാന്റെയും ഒക്കെ എല്ലാവരും പറഞ്ഞതിനൊക്കെ ഇയാൾ ഒറ്റക്കൊരു തൗബ നടത്തുന്നുണ്ട്, ഒരു ഭയങ്കരമായ തൗബ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതൊന്ന് കേട്ടോക്കൂ. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പേടിയിട്ടില്ല. ജീവിതത്തിന്റെ വഴികൾപ്പെട്ടതും അല്ലാഹു ഞങ്ങൾ സത്യം അറിയുന്നവനാണ്. ആ വിശ്വാസം പേറിയിട്ടില്ല, ആ വിശ്വാസം പാറാതിരുന്നതൊക്കെ പറഞ്ഞറിഞ്ഞിരുന്നത്. ജനങ്ങളെ വഞ്ചിക്കായിരുന്നില്ല ഇവര്, ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയായിരുന്നില്ല ഇവര്. ഈ കാലയളവിൽ ഇത് വിശ്വസിച്ച് മരിച്ചു പോയത് അവസ്ഥ എന്താ? എന്നിട്ട് ഇപ്പോ എല്ലാവർക്കും വേണ്ടി മാലോകരോട് മാപ്പി വയ്ക്കുന്നു. മാലോകരോട് അങ്ങനെ മാപ്പി വെച്ചാൽ തീരൊരു പ്രശ്നം. ഇത്തരം കപട നാടകങ്ങൾ നമുക്ക് സമ്മതിക്കാം, കാരണം ഇയാളൊരു ഖുറാഫി മുസ്ലിയാരായിരുന്നു, നമുക്കത് അംഗീകരിക്കാം. പക്ഷേ ഇത്തരം കപട നാടകങ്ങൾക്ക്, ഇത്തരം തൗബ നാടകങ്ങൾക്ക് ബഹുമാനരായ ആദർശം നെഞ്ചേറ്റുകയും ആദർശം പ്രബോധനം ചെയ്യുകയും ഇതിന്റെ പാരമ്പര്യം അറിയുകയും പൈതൃകം അറിയുകയും ചെയ്യുന്ന ബഹുമാനരായ പണ്ഡിതന്മാർ ഇത്തരം കപട നാടകങ്ങൾക്ക് കുട പിടിച്ചു കൊടുക്കുമ്പോൾ അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഒന്ന് കണ്ടുനോക്കൂ. ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നിരിക്കുക, ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ജമിയത്തിങ്ങൾ തീരുമാനമെടുക്കുകയും ഞങ്ങൾ മാറി ഞങ്ങൾ ശക്തമായി അത് ശിർക്കാണ് ഇതുപോലെ ഞങ്ങൾ മുന്നിൽ പറയാൻ തുടങ്ങി. എന്താ ഈ കിടന്നുരുളിനെന്തിനാണ്? അങ്ങനെ വാദമില്ലെങ്കിൽ ആ വാദം
നേതാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായിരുന്നു. കൂടെ പോയിക്കൂടെ എല്ലാ കാര്യങ്ങളും കൂടെ സംഘടന അതിനു വേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കില്ലേ? പിന്നെ കുത്തുവാക്ക് വേണം, പിന്നെ ഇങ്ങനെ അപമാനിക്കണം. ഓരോ ദിവസവും നിങ്ങൾ ഈ സമൂഹത്തില് ഇവിടുത്തെ ഒരുപാട് കുട്ടികളുണ്ട്, നല്ല പ്രവർത്തകന്മാർ സമൂഹത്തിലുണ്ട്. സമൂഹത്തിൽ ഇന്ന് അനുഭവിക്കുന്ന അപമാനം എന്താണെന്ന് വിചാരിക്കുന്നു? ഒരു മുജാഹിദായിരുന്നു അഭിമാനമായിരുന്നു, അന്തസ്സായിരുന്നു. ഇന്ന് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് രാവിലെ ഒരുത്തനെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു നേതാവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനൊരു നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു. നിങ്ങളെന്താ അതൊക്കെ ചിന്തിന്താ നിങ്ങളെ അഭിപ്രായമാണോ? ഇതിന്റെ എന്താണെന്ന് എനിക്കറിയാലോ എന്നെ പരിഹസിച്ചു. അപ്പൊ ഈ സമൂഹത്തിൽ മുഴുവൻ നമ്മളെ പരിഹസിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോയതാരാണ്? ആരാ? അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയത് ആരാ? ഈ ചോദ്യത്തിന് ഉത്തരം ഓരോരുത്തർക്കും പറയാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഓരോ കുട്ടിക്കും പറയാൻ പറ്റും. ആരാ മുജാഹിദ് പ്രസ്ഥാനം? അദ്ദേഹം പറഞ്ഞല്ലോ, മുജാഹിദ് എന്ന് പറയാൻ അഭിമാനമായിരുന്ന ഒരു കാലത്ത് ഇന്ന് അപമാനമായി പോയി. ആരാ ഈ അപമാനം ഉണ്ടാക്കിയത്? നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന മടവൂരികളാണോ? അതോ ആ മടവൂരികൾ എന്നൊരു വിഭാഗം ഇവിടെ നിലനിന്നത് കൊണ്ടാണോ ആ അഭിമാനം കുറച്ചെങ്കിലും ഇവിടെ നിന്നത്? പുലർത്തിപ്പോകുന്ന ആശയാദർശം നമുക്കറിയാലോ. വ്യതിയാനാരോപണത്തിന്റെ കാലഘട്ടത്തിൽ വ്യതിയാനത്തെ നിർവചിച്ചത് ഇവരെങ്ങനെയായിരുന്നു? ഇരു വിഭാഗവും ജമിയത്തുലമക്ക് നൽകിയ പ്രബന്ധത്തിന് നൽകിയ തലക്കെട്ടുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം നാളിൽ വരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ എന്നതായിരുന്നു. ഈ ആശയാദർശങ്ങളിൽ നിന്ന് ആരൊക്കെ മാറിയോ അതാണ് ആദർശ വ്യതിയാനം എന്നായിരുന്നു ഇവർ വ്യാഖ്യാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാ വ്യതിയാനം വന്നത്? എന്റെ മുമ്പിൽ കുറെ പ്രായം ചെന്ന ആൾക്കാരുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ആദർശങ്ങൾ കൃത്യമായി അറിയുന്ന, ഈ കടലുണ്ടി പോലുള്ളൊരു മഹലിൽ ജീവിച്ച് അത് കൃത്യമായി അനുഭവിച്ചറിയുകയും അനുഷ്ഠിക്കുകയും ചെയ്ത ബഹുമാനരായ എന്റെ രക്ഷിതാക്കൾ ഇവിടെ എന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു ആദർശത്തിൽ നിന്ന്, നമ്മൾ ഇതുവരെ പുലർത്തിപ്പോകുന്ന ഏതെങ്കിലും ഒരു ആദർശത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം CP ഉമർ സുലൈമയുടെ നേതൃത്വത്തിലുള്ള ഈ വിഭാഗത്തിനുണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു? തറാവീഹ് കുനൂത്ത് എന്തൊക്കെ കേട്ടു നമ്മൾ? തറാവീഹ് 11 റക്അത്തിൽ നിന്ന് 11.25 റക്അത്തിലേക്ക് നമ്മൾ കൂട്ടിയോ? നെഞ്ഞത്ത് കെട്ടിയ കയ്യെ നമസ്കാരത്തിൽ 1 ഇഞ്ച് താഴേക്കിറക്കിയോ? കുനൂത്ത് തുടങ്ങിയോ? ഒന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ ഈ 10 വർഷത്തിനുള്ള അപ്പുറത്ത് എന്തൊക്കെ സംഭവിച്ചു? തറാവീഹ് എത്രയും ആവാമെന്ന് ഫത്വ നൽകിയില്ലേ? കുനൂത്ത് ഓതാമെന്ന് പറഞ്ഞില്ലേ? സുബീക്ക് കുനൂത്ത് ഓതിയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ? കുനൂത്ത് ആരംഭിച്ചില്ലേ? തറാവീഹ് 22 നിസ്കരിക്കുന്ന പള്ളികൾ ഉണ്ടായില്ലേ? എന്തൊക്കെ സംഭവിച്ചു? പള്ളിയിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ തടയുന്ന അവസ്ഥ ഉണ്ടായി. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഉത്തമമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകളുടെ നാവിലൂടെ വന്ന ഫത്വകളാണ് ഇതൊക്കെ. സമയമില്ലാത്തതുകൊണ്ട് ആ ഫത്വകളൊന്നും കാണിച്ചു തരാം. അതൊക്കെ ഔദ്യോഗിക വേദികളിൽ നിന്ന് വന്ന ഫത്വകളാണ് ഇതൊക്കെ. ഞാൻ വെറുതെ പറയില്ല. പക്ഷേ ഈ ആദർശത്തില് ഈ ബഹുമാനായ TP മദനിക്ക് പോലും മുജാഹിദാണെന്ന് പറയാൻ അപമാനമുണ്ടാക്കിയ സാഹചര്യം ഉണ്ടാക്കിയതാരാ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, മനസ്സിലാക്കിയപ്പോൾ ജമിയത്തുൽ ഉലമ തീരുമാനിച്ചപ്പോൾ തിരുത്തിയത്. വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ട ഒരാൾ ആരെ വിളിക്കണം? നേരത്തെ ഹുസൈൻ സലഫി പറഞ്ഞില്ലേ, ഒരു മുജാഹിദ് കുട്ടിക്ക്, ഉറങ്ങിക്കിടക്കുന്ന ഒരു മുജാഹിദ് മദ്രസ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറക്കത്തിന് വിളിച്ചോണ്ടി ചോദിച്ചാലും പറയാം അള്ളാനെ വിളിക്കണം എന്ന്. എന്നിട്ടാണ് ഈ ബഹുമാനരായ പണ്ഡിതന്മാർക്ക് 5 കൊല്ലം ജമിയത്തുൽ ഉലമ കൂടേണ്ടി വന്നു. 5ാമത്തെ കൊല്ലം ജമിയത്തുൽ ഉലമ തീരുമാനിച്ചപ്പോഴാണ് തൗബ ചെയ്യുന്നത്. എന്താ ഇവരവസ്ഥ? ഇവരാണ് ഈ സമൂഹത്തെ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നത്. വളരെ കഷ്ടം തന്നെയാണല്ലോ. ഈ ആൾക്കാരെ കുറിച്ചതൊക്കെ തന്നെയാണ് ബഹുമാനായ നമ്മുടെ മറുപക്ഷത്ത് ഇപ്പോൾ വളരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ TP മദനെ പോലുള്ള ആൾക്കാർക്കെതിരെ ഏറെക്കുറെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സക്കരിയ സലാഹി കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യം ഒന്ന് ഓർമ്മയിലേക്ക് വേണ്ടി ഒന്ന് കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ KNM-ന്റെ ISM-ന്റെ ആളുകൾ അവരുടെ ജീവിതം കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്തായാലും മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചുണ്ടായിരുന്നു. അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആൾ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി പറഞ്ഞാൽ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓരൊക്കെ പ്രസിഡന്റും സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ എത്തി. പ്രത്യേകിച്ച് സംഘടന തുടർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം KNM-നെ അനുഭവിക്കുന്ന ഒരു കള്ളിക്കറിയാണ്
നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. കാരണം ആരുമില്ല അവിടെ, ഒരാളെങ്കിലും അതാകട്ടോ. അത്ര ഗുണവാനൊന്നുമില്ല, എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പ് എന്ന നിലയ്ക്ക് ഇപ്പൊ മാനേജ്മെന്റ് പാർട്ടിയിൽ സംഘടന മേഖലാ സെക്രട്ടറി ജില്ലയും മേഖലയും ജില്ലയും നേരിട്ട് സംസ്ഥാനത്തൊക്കെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കുമെന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നത്. ക്വാളിറ്റിന്റെ അവസ്ഥ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന സക്കരിയാന്റെ വിഭാഗത്തിലായാലും അപ്പറയുന്ന മറുപക്ഷത്തായാലും ക്വാളിറ്റി നല്ലോണമുണ്ട്. അതെല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്വാളിറ്റി എന്തൊക്കെയാണ് ഇനി പറയാൻ ബാക്കി നോക്കിയാൽ മതി. ഇവര് പരസ്പരമുള്ള പോരാട്ടം പരസ്യമായി തുടങ്ങിയ ദിവസം തന്നെ രണ്ടു കൂട്ടരും ക്വാളിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കൂട്ടർ പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടീസിൽ AK അബ്ദുൽ ഖാദർ മൗലവിന്റെ പേര് വെക്കുന്നതിന് പകരം ഷക്കീലാന്റെ പേര് വെച്ചുകൂടായിരുന്നു, എന്നാൽ കുറച്ചും കൂടെ ആളെ കിട്ടുമായിരുന്നല്ലോ. ഒരു കൂട്ടർ പറഞ്ഞ പരസ്യമായി ലോകം കേൾക്കെ വിളിച്ചു പറഞ്ഞതാ. അതിന് ഇവിടുന്ന് മറുപടി, എടവണ്ണ ജാമ്യയിൽ നിന്നുള്ള മറുപടി നമ്മുടെ മറുവശത്തുള്ള മറുപടി അനസ് മുസ്ലിയാർക്ക് നല്ലത് നമ്മുടെ റജീനാന്റെ കൂടെ പോലാണ്. കോഴിക്കോട്ട് റജീന അവളെ കൂടെ പോലാണ്. ഇതൊക്കെ പരസ്യമായി മതപണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളാ. ആ ക്വാളിറ്റി അന്ന് തന്നെ ഒരു വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെക്കുറെ ഈ സക്കരിയാസിലായി പറയുന്ന ക്വാളിറ്റിയും പ്രശ്നം മാനേജ്മെന്റ് കോട്ടയിലാണ്ട് എത്തിപ്പെട്ട ആൾക്കാർ നമുക്കറിയാലോ. മാനേജ്മെന്റ് കോട്ടയിലെ ഉള്ളതിൽ എവിടെയെങ്കിലും ജനാധിപത്യം? മാനേജ്മെന്റ് കോട്ടയിൽ എത്തിപ്പെട്ട ചപ്പും ചവറും എന്തൊക്കെ പറഞ്ഞിരുന്നത്? നേരത്തെ സംഘടന പുലർന്നപ്പോ ഭൂരിപക്ഷം അവരെ കൂടെയാണ്, എല്ലാ മുജാഹിദുകളും അവരെ കൂടെ ആയിരുന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ പറയാം ആരുമില്ലായിരുന്നു. അപ്പൊ ഒരു കള്ളിത്തെറിങ്കി കള്ളിത്തെറി, അങ്ങനത്തെ കുറെ കള്ളിത്തെറികളുടെ ഒരു കൂട്ടായ്മ, അതൊരു ആൾക്കൂട്ടമായിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സംസ്കാരമില്ല, ആദർശമില്ല, ഇതിന്റെ യാതൊരു ഗുണവുമില്ല, തൊട്ട് തീണ്ടിയിട്ടില്ല ഈ ആളുകൾക്ക്. ഇതുകൊണ്ടാ കുറെ കള്ളിത്തെറികൾ വെച്ചുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉൾക്കൊണ്ട ഈ സമസ്തയെ കുറിച്ചിട്ട് സക്കരിയ പറഞ്ഞത് വെറുതല്ല. വലിയ ക്വാളിറ്റി ഒന്നുമില്ല അവിടുത്തെ ഖത്തീബുമാർക്ക് എന്ന് ബഹുമാനായ പ്രസിഡന്റ് TP അബ്ദുൽ ഖാദർ മദനി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. എന്നിട്ട് ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എന്നാൽ അത് ഓതുന്നവർക്ക് അത് ആദ്യമായിട്ടത് ബാധകമാണ്. ഇന്ന് നമ്മുടെ സംഘടനയിൽ ഞാൻ എന്ന് പറയുന്നത് ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ് കുറച്ച് അധികമാണ്. ഇന്ന് തല തിരിഞ്ഞ് തെസ്കിയത്ത് നടത്തും. തെസ്കിയത്ത് പ്രസംഗിക്കുന്നവരെ ഇരുത്തിട്ടൊന്ന് തെസ്കിയത്ത് പഠിപ്പിക്കണം. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. അത് ചിന്തിക്കാൻ പറ്റുമെന്ന് നോക്കിയില്ല. മെമ്പർമ കയറുന്നവരെ താഴ്ത്തി കയറിക്കിട്ട് താഴെ ഇരിക്കണോ മെമ്പർമ കയറട്ടെ, എന്നിട്ട് അള്ളാനെ പേടിയുള്ള കുത്തു നടത്തട്ടെ. ഇവിടെ ആളുകളുടെ ഇടയിൽ മസ്ലഹത്ത് സ്വല്ല ഉണ്ടാക്കുന്നതും നന്മ ഉദ്ദേശിക്കുന്ന ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാക്കുന്നവരോട് പറച്ചില്ലിങ്ങനെ ദിക്റും ദുആയും പറഞ്ഞു നടന്നാൽ പോലെ മാരകമായ സ്വഭാവ ദൂഷ്യതനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന മതിപ്പുണ്ടായിരുന്ന എന്തൊക്കെ ചെറുപ്പത്തിലും യുവാക്കളായിരുന്നു നമുക്ക് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് അമുസ്ലിങ്ങളുടെയും മറ്റു ആളുകളുടെ ഇടയിൽ ജീവിതത്തോട് പറഞ്ഞു ഓല് നിനക്കുള്ള ഒരു ജീവിതം ഇങ്ങനെ ഒഴുക്കുണ്ടായി. ഓല അതിനുള്ള വലിയ കോല് കാണും. എങ്ങനെ അവനാന്റെ കാര്യം നന്നാക്കണമെന്നല്ലോ ഒക്കെ ഓല് ശ്രദ്ധിക്കും, ഓല് നോക്കും, ഓല അതിനേറ്റു നടക്കുകയും ചെയ്യും. എന്നാൽ സമൂഹത്തിൽ ജീവിച്ച് അധ്വാനിച്ച് ജീവിക്കുകയും അധ്വാനിച്ച് അവരെ പണം കൊണ്ട് ദാവത്ത് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുടെ ഒരു പ്രസ്ഥാനമാണ് ഇത്. പുരോഹിതന്മാരുടെ സംഘടനയില്ല. അങ്ങനെയുള്ള ആളുകളുടെ അവർക്കൊന്നും വലിയ മാറ്റമൊന്നും താഴേക്കടയിലുണ്ട്. ഒരു വിഷമിക്കുകയാണ് പഠിച്ചവനെ ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. എന്താണ് ഈ കേൾക്കുന്നത്? എല്ലാവരും വേദനയോടുകൂടി നിൽക്കാൻ അതിന്റെ ഇടയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അന്നാണ് പൊടില്ല ആരും പേടില്ല. അനീപത്തും നെമീമത്തും വ്യക്തി ഹത്യയും കള്ള പ്രചരണങ്ങളും ആയിട്ട് നടക്കുന്നു. അതിനൊക്കെ ആയത്ത് ഒന്നങ്ങോട്ട് ഊതിക്കൊടുക്കാൻ ഓരോന്ന് കിട്ടണ്ടേ? എങ്ങനെ കിട്ടുമോ? ഒരു തക്കം കിട്ടാൻ മെമ്പർക്ക് പേടിക്കണം. കാറ്റിരിക്കില്ല. ഒരാളിലധികം കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടുന്ന് പോണത്. അത് മാറ്റം ഇവിടെ വരുന്നു. ഞാൻ ഈ പറയുന്ന ആര് കേട്ടാൽ എനിക്ക് പറയുന്നത് ആ മെമ്പർക്ക് കേക്കട്ട ഓരും കേക്കട്ടെ കുത്തുതാണ്. നമ്മളെ ഈ കോലം കെട്ടി നടക്കുന്നവരെക്കാളൊക്കെ ഇന്നും പക്വതയുമുള്ളവർ ഇവിടുത്തെ സാധാരണ മുജാഹിദുകളിലുണ്ട്. ഒരു കേരളം എന്നാലും നമ്മൾ ഇതെന്താ ഇങ്ങനെ ടീപ്പ് സംസാരിക്കുന്നത് വിചാരിക്കുന്നത് വേദന കൊണ്ട് പറയണം.
എനിക്കറിയാവുന്ന ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിനെ പേടിയുള്ള നല്ല മനുഷ്യന്മാർ മുഴുവൻ ഓല് സ്വർഗത്തിൽക്കോ നരകത്തിൽക്കോ എന്ന് തീരുമാനിക്കുക ഒരുത്തൻ പള്ളിന്റെ മുന്നിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരാൾ കയറി വരുമ്പോഴേക്ക് ഒരു കോലം ഒരു മറ്റും ഇതൊക്കെ നോക്കി അതൊക്കെ വിമർശിച്ച് ഇങ്ങനാണിട്ട് അതൊക്കെ സമയം കിട്ടുക നിർബന്ധമായിരിക്കും. എന്നിട്ട് ആ നാട്ടിൽ മുഴുവൻ വിഷം വരുന്നു. സൂചനയും നരിക്കൊണ്ടുള്ള കുറ്റപ്പണി വിശ്വസിക്കാൻ തുടങ്ങി പലപ്പോഴും. അപ്പൊ മുസ്ലിങ്ങളെല്ലാം വേദിയാണോ? കൂടുതൽ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാവുമല്ലോ. ബഹുമാനായ ടി.പി. അബ്ദുള്ളൊക്കെ മതിരിക്ക് ഇത്രയും ഒരു തിരിച്ചറിവ്, ഇത്രയും ഈ കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് വളരെ വൈകിയാണെങ്കിൽ ഉണ്ടായതിൽ വളരെ ആനന്ദിക്കുന്നവരാണ് നമ്മൾ. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു. ഈ മിമ്പറിൽ കയറുന്ന സൈസ് ഒന്നും നല്ലതല്ല. അതൊന്നും കോലം കെട്ടികളായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെക്കാളും സംസ്കാരവും ഇൽമുള്ള ആൾക്കാരാണ് താഴെ ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടി.പി. എന്ന് പറയാ തക്കം കിട്ടിയ മിമ്പർ കയറും. ഒരാൾക്ക് കയറാൻ പറ്റും, രണ്ടാൾക്ക് കയറാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ രണ്ടാൾ കയറുന്ന. അതാണ് ഇപ്പൊ ഈ സ്വന്തം അനുയായികളുടെ ഒരു അവസ്ഥ. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കല്ല എത്തിച്ചേർന്നത്. എന്നിട്ടെന്താ അദ്ദേഹം അവസാനം പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അദ്ദേഹം അവസാനം പറഞ്ഞത്, ദുസ്സൂചനകൾ പറയാനുള്ളതല്ല മിമ്പർ. ദുസ്സൂചനകളുമായി കുത്തുവ പറയാൻ പാടില്ല. എന്റെ ഇന്നലെ മിഞ്ഞാന്നാണ് അത് തോന്നിയത്. കേരളത്തിലെ എത്ര മിമ്പറുകളിൽ ദുസ്സൂചനകൾ പോട്ടെ, പരസ്യമായ സൂചനകൾ വഴി നമ്മുടെ ആൾക്കാരെ, ബഹുമാനരായ പണ്ഡിതന്മാരെ തിന്നു തീർത്തുണ്ട് ഈ ആൾക്കാർ. അബ്ദുസലാം സുല്ലമിക്കെതിരിൽ ഒരക്ഷരം പോലും പറയാത്ത ഒരു കുത്തുവ പോലും ഉണ്ടായിട്ടില്ല ജക്കരിയ സലാഹിന്റെ മെമ്പറിൽ നിന്നും ശംസുദ്ദീൻ ബാൽക്കന്റെ മെമ്പറിൽ നിന്നൊക്കെ. ഇവരിന്നല്ലേ പുറത്തായത്. ആ പറഞ്ഞിരുന്ന കാലത്ത് ഇവർക്ക് കൊട പിടിച്ചു കൊടുത്തത് ആരായിരുന്നു? ഞങ്ങളുടെ മഹലിൽ, ചെമ്മാട് മഹലിൽ ശംസുദ്ദീൻ പാലത്ത് വർഷങ്ങളോളം ഒരു ദിവസം പോലും അദ്ദേഹം മാന്യമായ ഒരു കുത്തുബ നടത്തിയിട്ടില്ല. അവിടെ ഒന്നും അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ആരായിരുന്നു? മൂക്കിന്റെ താഴെ, മിമ്പറിന്റെ തൊട്ട് താഴെ ബഹുമാനായ അഹമ്മദ് അലി മദനിണ്ട്. അഹമ്മദ് അലി മദനിയോട് ഞങ്ങൾ പറഞ്ഞു പലതവണ, മൗലവി ഇത് ശരിയല്ല, പക്ഷെ അദ്ദേഹം കൊടഞ്ഞാണ്ട് പോകും. അദ്ദേഹം പോറ്റി വളർത്തിയ ശംസുദ്ദീൻ പാലത്ത് അദ്ദേഹത്തിന്റെ പുതിയ കഥകളൊന്നും നമ്മൾ അറിയിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. പക്ഷെ ആ പഴയ കഥകൾ മതി നമുക്ക്. മുജാഹിദുകൾക്ക് ആ പഴയ കഥകൾ മതി. മിമ്പറിൽ കയറി ദുസ്സൂചനകളുമായി മാത്രമായിരുന്നു അദ്ദേഹം കുത്തു പറഞ്ഞിരുന്നത്. ആർക്കൊക്കെ എതിരിൽ? ജീവിച്ചിരിക്കുന്ന തൊട്ടു മുമ്പിലിരിക്കുന്ന ആൾക്കാർക്കെതിരിൽ പോട്ടെ, മരണപ്പെട്ടുപോയ ഇസ്ലാമി പണ്ഡിതന്മാർക്കെതിരിൽ പോലും അദ്ദേഹം ദുസ്സൂചനകൾ നടത്തുകയായിരുന്നു. ബഹുമാന്യായ കെ മുഹമ്മദ് സുല്ലമി അദ്ദേഹം ഖുർആൻ പഠനത്തിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാരെ ഖുർആനിന്റെ സന്ദേശത്തിലേക്ക് എത്തിച്ച് വെളിച്ചം കാണിച്ചു കൊടുത്ത ബഹുമാനായ കെ മുഹമ്മദ് സുല്ലമി, QLS എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ശില്പി. അദ്ദേഹം QLS എന്ന ആ ആശയത്തിന് തുടക്കം വരുന്നത് ചെമ്മാട് വെച്ച് അവിടുത്തെ പരിസരത്തെ കോളേജുകളിലെ അധ്യാപകന്മാർക്കും അതുപോലെ മറ്റുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും വേണ്ടി ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങുകയാണ്. അതിലേക്ക് ആളുകളെ രച്ചുകയറി ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന കാനേശുമാരി മുസ്ലിങ്ങൾ എന്ന് പറയാവുന്ന പല ഉദ്യോഗസ്ഥരും ഈ ക്ലാസ്സിലെത്തിയിട്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒക്കെ എത്തിപ്പെട്ടു. ഇതിന്റെ വിജയമാണ് കേരളത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച QLS എന്ന സങ്കല്പത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ആ ബഹുമാനായ കെ മുഹമ്മദ് സുല്ലമിയെ അതേ ചെമ്മാട് വെച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം കടിച്ചു കീറുകയായിരുന്നു ഓരോ വെള്ളിയാഴ്ചയും. ഖുർആന് ദുർവ്യാഖ്യാനിച്ചു എന്നായിരുന്നു ആരോപണം. ഖുർആന് വേണ്ടി ജീവിച്ച്, ഖുർആന് വേണ്ടി സമർപ്പിച്ച്, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ബഹുമാനായ കെ മുഹമ്മദ് സുല്ലമിയെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് പറഞ്ഞത് ഈ ഒരു ശംസുദ്ദീൻ ബാൽക്കനെ പോലുള്ള ആൾക്കാരായിരുന്നു. അവിടെ തീർന്നിട്ടില്ല. ബഹുമാനായ അസീസ് മൗലവി മങ്കട, നമുക്കറിയാം, ഇവർ നേരത്തെ സൂചിപ്പിച്ചു ബഹുമാനായ ലത്തീഫ് കരമ്പിലാക്കൽ. അസീസ് മൗലവി മങ്കട അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പോലും എത്ര തവണയാണ് അദ്ദേഹത്തെ മുശ്രിക്കാണെന്ന് ആ മിമ്പർ വെച്ച് പറഞ്ഞത്. അമ്പലത്തിൽ തേങ്ങയെടുത്ത മുശ്രിക്ക് എന്ന് തന്നെ അദ്ദേഹം പ്രയോഗിച്ചു. നമ്മൾ പറഞ്ഞു, ഈ അബ്ദുൽ അസീസ് മങ്കട അസീസ് മൗലവിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ബഹുമാനായ അഹമ്മദ് അലി മദനി. അഹമ്മദ് അലി മദനിയുടെ ശ്രദ്ധയിൽ പലരും ഇത് പെടുത്തി, മൗലവി ഇത് പറയരുതെന്ന് പറയണം. പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിറ്റത്തെ വെള്ളിയാഴ്ച അത് പറയില്ലായിരുന്നു. ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ശംസുദ്ദീനോടൊന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടും പറഞ്ഞതാണ്. ആ പള്ളിയുടെ ഉടമസ്ഥൻ
എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ അധികാരമുള്ള അഹമ്മദ് മദനിക്ക് ഒരാഴ്ച അങ്ങനെ ഒന്ന് ലംഘിച്ചാൽ പിറ്റത്താഴ്ച വരണ്ടെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റത്താഴ്ച ഇങ്ങനെ അംഗീകരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലാണ് ബഹുമാനായ അസീസ് മൗലവിയുടെ കുടുംബവുമായി അഭിമുഖം എനിക്ക് പോകും. അവിടെ എന്ന് പല പ്രസംഗങ്ങളിലും പറയുന്നു, ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഈ പിരിവിന് വന്ന ആൾക്കാരോട് നിങ്ങൾക്കൊന്നും ഞാൻ തരുന്നില്ല എന്ന് പറയുകയും തമാശക്ക് പിന്നെ പായസം ഉണ്ടാക്കാൻ രണ്ട് തേങ്ങ എടുത്തോ എന്ന് പറഞ്ഞാൽ തേങ്ങ വലിക്കുന്ന ആളാ കൂട്ടത്തിലുണ്ടായിരുന്നു. പായസം ഉണ്ടാക്കാൻ രണ്ട് തേങ്ങ എടുത്തോ എന്ന് അതിന്റെ ഉദ്ദേശം വരെ പറഞ്ഞിട്ട് ഇട്ടിട്ട് അമ്പലത്തിൽ തേങ്ങയോട് മുശിരിക്ക് എന്ന് പറഞ്ഞതിന്റെ വേദന അവർ പങ്കുവച്ചു. ആ വേദന ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഇടക്കാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇവിടുത്തെ അമ്പലത്തിന്റെ റിപ്പോർട്ട് ബുക്ക് കയ്യിൽ കിട്ടുന്നത്. ആഗ്രഹമുണ്ടായിട്ടല്ല, നമ്മുടെ സംസ്കാരം അതല്ല എന്ന് നമുക്കറിയാം. മുജാഹിദുകൾ അത്തരത്തിലുള്ള റിപ്പോർട്ട് ബുക്കുകളോ അതിലെ പേരോ തേടി പോവില്ല. പക്ഷേ നമുക്ക് ആ റിപ്പോർട്ട് ബുക്ക് ഒന്ന് പുറത്തു കൊണ്ടുവരേണ്ടി വന്നു. കാരണം അമ്പലത്തിൽ തേങ്ങയുടച്ച പ്രസിഡന്റ് എന്ന് ഇല്ലാ കഥകൾ മെമ്പറിൽ വെച്ച് പറഞ്ഞപ്പോ അമ്പലത്തിന് സംഭാവന കൊടുത്തൊരു പ്രസിഡന്റ് ഇപ്പുറത്തുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വന്നതാ, നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാ. എനിക്ക് നിരവധി ഫോൺ കോൾ വന്നു, ചിലതൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, അസീസ് മൗലവിയുടെ കുടുംബത്തിന്റെ കണ്ണീരാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. നിന്നില്ലേ? അതോടെ ആ ആരോപണത്തിന് എത്ര ആക്കമുണ്ടായി, എത്ര കുറവുണ്ടായി? അത്രേ ഉള്ളായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയും അപമാനിക്കാനോ ആരുടെയെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് ഉയർത്തി കാണിക്കാനോ നമുക്ക് ആഗ്രഹമുണ്ടായിട്ടില്ല. ഇത് ആ ഒരു വിഷയം, ആ ഒരു റിപ്പോർട്ട് ബുക്ക് പരസ്യപ്പെട്ടതിന് പിന്നിൽ വേദനയുണ്ടെങ്കിൽ ബഹുമാനായ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് അതിന് പിന്നിൽ ശംസുദ്ദീൻ പാലത്തിനെ പോലുള്ള നേതാക്കന്മാരും അവർക്ക് കുട പിടിച്ചു കൊടുത്ത അഹമ്മദ് മദനിയെ പോലുള്ള നേതാക്കന്മാരുമാണ് എന്ന് മനസ്സിലാക്കണം. ആ വേദന, ചില വേദനയൊക്കെ നമ്മൾ നേരിട്ട് അറിയേണ്ടതുണ്ട്. അസീസ് മൗലവി മരണപ്പെടുന്നതിന്റെ അല്പം മുമ്പാണ് അദ്ദേഹം അൽ ഇസ്ലാഹി മാസികയ്ക്ക് വേണ്ടി അഭിമുഖം തന്നത്. അദ്ദേഹം അതിന്റെ വേദന നേരിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് മുസ്ലിഖ് എന്ന് പറയുന്നതിന്റെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും ആ ആരോപണം തുടർന്നതിന്റെ വേദന അദ്ദേഹത്തിന്റെ കുടുംബവും പങ്കുവച്ചിട്ടുണ്ട്. ഈ വേദന നേരിട്ട് അനുഭവിക്കാൻ അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണത് അവസാനിക്കുന്നതെങ്കിൽ അങ്ങനെ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചു എന്നുള്ളൂ. ദുസ്സൂചനകളുമായിട്ടാണ് കുത്തുബകൾ നടത്തുന്നത്. അബ്ദുസലാം സുലമിയെ കടിച്ചു കീറിയില്ലേ? അബ്ദുസലാം സുലമിയുടെ ഇറച്ചിയുണ്ടായിരുന്നില്ലേ മെമ്പറുകളിൽ? സക്കരിയ സലാഹി ഒക്കെ നടത്തിയ കുത്തുബകൾ ഈ നേതാക്കന്മാർ കാണാതെയും കേൾക്കാതെയും പോയിട്ടില്ലല്ലോ. പക്ഷെ അവർക്കൊക്കെ കുട പിടിച്ചു കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ഇതാ തിരിച്ചറിവുണ്ടായിരിക്കുന്നു. സ്വന്തം മേലുപൊള്ളിയപ്പോഴാണെങ്കിലും തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഇനിയെങ്കിലും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള ഈ ദുര്യോഗങ്ങൾ, ഈ ദുരാരോപണങ്ങൾ, ഇതിന്റെ വിഷമങ്ങൾ, ഇതിന്റെ പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കി ഈ ചെയ്തു കൂട്ടിയ നെറികേടുകൾക്കും പാപങ്ങൾക്കും ഒക്കെ ഒരു പ്രായശ്ചിത്തവും പ്രതിക്രിയയും ചെയ്യാൻ ബഹുമാനായ നേതാക്കന്മാരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവട്ടെ എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ബഹുമാനായ ഈ ടീച്ചറിലൊക്കെ അതിന് പറഞ്ഞ ഈ കാര്യം തന്നെ. സ്വന്തം അനുയായികളുടെ സ്വന്തം പ്രസ്ഥാനത്തിന്റെ കഥ അത് സക്കരിയ സലാഹി എന്ന് പറയട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു മഹാകവി പിയുടെ ഒരു പ്രശസ്തമായ ഒരു കവിത, അതിനൊരു പാരഡി ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. ബ്രിട്ടീഷുകാരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷവും ഇന്ത്യ മഹാരാജ്യത്തെ ഇങ്ങനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് മഹാകവി പി ചോദിച്ചു, ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിനിവർ തല്ലി ഓടിച്ചു വെറുതെ സാഹിബിനെ എന്ന്. എല്ലാവർക്കും അറിയാവുന്ന കവിതയാണ്. ഈ കവിതയെ പോലെ അദ്ദേഹം ഒരു കവിത ചൊല്ലി, ഇക്കണ്ടതാണ് കേരളമെങ്കിൽ എന്തിനിവർ തല്ലി ഓടിച്ചു വെറുതെ പാവങ്ങൾ. ആരെ പാവങ്ങൾ? നമ്മളാണ്. നമ്മൾ എന്തിനാ തല്ലി ഓടിച്ചു? അത്രയുള്ളൂ. നമ്മളന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ തല്ലി ഓടിക്കാണ്ട് ഒന്നിപ്പിടില്ല. ഞങ്ങൾ പറയുന്നോ നിങ്ങൾ പറയുന്നൊക്കെ ഒരേ ആദർശം തന്നെയാണ്. ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. ഇല്ലാത്ത ആദർശങ്ങൾ, ഞങ്ങളുടെ ആദർശ വ്യതിയാനങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇപ്പൊ സക്കരിയ സലാഹിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സലഫി മൻഹജിന്റെ പേരിലാണ് ഈ മടവൂർ വിഭാഗവുമായി വിട്ടുപിരിഞ്ഞ് ഇപ്പൊ എന്താ സംഭവിച്ചാൽ മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞിരുന്നത് 5-8 കൊല്ലം മുമ്പ്, അത് ഇപ്പൊ നമ്മൾ ആളുകൾ വളരെ തെറ്റാതെ അക്ഷരം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കവി ചോദിച്ചില്ലേ, ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ സായിപ്പിനെ, ഇക്കണ്ടതാണ് കേരളമെങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ പാവങ്ങളെ, എന്തിന് തല്ലിയോടിച്ചു? അവര് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയിലാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ അപ്പുറത്തും പറഞ്ഞു വരുമ്പോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചോദിച്ചത്, ഇക്കണ്ടതാണ് കേരളമെങ്കിൽ എന്തിന് ഇവർ തല്ലിയോടിച്ചു വെറുതെ പാവങ്ങളെ? പാവങ്ങളാണ് നമ്മളങ്ങനെ ഇരകളായതാണ്. ഉൾപ്പെടുന്ന ആൾക്കാരുടെ സലഫി മൻഹജും പറഞ്ഞുകൊണ്ട് വന്നതാ. സലഫി മൻഹജ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്നും ആ മൻഹജ് നമുക്ക് പറ്റുന്നതല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മൾ വളരെ മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സലഫി മനഹജ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന മനഹജ് നമുക്ക് പറ്റുന്നതല്ല. അതിൽ ജിന്ന് കൂടലും ജിന്നിനെ അടിച്ചിറക്കലും ശൈത്താനും എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ആട്ടി ഓടിച്ച അന്ധവിശ്വാസങ്ങളൊക്കെ ആ വഴിക്ക് ഇങ്ങനെ തിരിച്ചു വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖത്തീബുമാരുടെ കാര്യം ബഹുമാനായ ടി പി അബ്ദുൽ ഖാദിർ പറഞ്ഞു. ഈ ഖത്തീബുമാര് കാര്യമായി വരുന്ന ജാന്തവിയ എന്താ അവിടുത്തെ 50,000 ഓരോ മുതലാളിമാർ കൊടുക്കുന്നത് എന്തിനാണ്? ജാമിയ നബവിയ ഉണ്ടാക്കിയത് അഫ്ദലുലമ കഴിഞ്ഞവർക്കും പണ്ഡിതന്മാർക്കൊക്കെ ഉള്ള ഉപരി പഠനശാല എന്നുള്ളവർക്കാണ്. ഇന്ന് പോലത്തെ സ്ഥിതി എന്താ? 16 സ്ഥാപനങ്ങളിൽ ഒരു അറബി കോളേജ് ഒരു ഹിഫ്ള് കോളേജ് മാത്രം ദീനി, ബാക്കിയൊക്കെ ഭൗതികമാണ്. തനിച്ച ഭൗതിക സ്ഥാപനങ്ങള്. കെ.സി. അബൂബക്കർ മൗലവി പറയുന്നത് എന്ന് പറയുമ്പോ ബാബ് മുങ്ങിപ്പോയ മാതിരി ഭൗതിക സ്ഥാപനങ്ങൾക്കിടയിൽ അറബി കോളേജ് മുങ്ങിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ അവിടെ ചെന്നാൽ അവസ്ഥ? ആണും പെണ്ണും മോരും മുതലയും വെച്ച മാതിരിയ. DED നിന്നിട്ട് DDC അപ്പുറത്തേക്ക് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് അറബി കോളേജിലെ കുട്ടികളൊക്കെ പാടെ കൂടി നല്ല ഒരു ദീനി ക്യാമ്പസിന്റെ ഹുർമത്ത് തന്നെ നഷ്ടപ്പെടുത്തിപ്പോയി. അതിനാണ് ജാമിയ തെരക്കിയിലെ അവസ്ഥ. അവിടെ ബി.ഫാം ജമിയത്തിൽ പിന്നെ പണ്ഡിതന്മാർ ചെല്ലുമ്പോ അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും അപ്പുറത്തുനിന്ന് ശൃംഗരിക്കുന്നതും തൊടുന്നും വലിക്കണം. തലയിൽ മുന്നിട്ട് പോകാനേ കഴിയുള്ളൂ. ഖത്തീബുമാരെ ഇറക്കി വിടുന്ന സ്ഥാപനം എങ്ങനെയാണെങ്കിൽ പിന്നെ ഖത്തീബുമാർ അങ്ങനെ ആവൂലേ? ആണും പെണ്ണും ഓരും മുതലും വെച്ച മാതിരിയാണോ? DP പറഞ്ഞല്ലോ മാരകമായ സ്വഭാവ ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെ ബാധിക്കാതിരിക്കുക? ഈ മാരകമായ സ്വഭാവ ദോഷങ്ങൾ പിന്നെ പുറം ലോകം അറിയുകയും പത്രങ്ങളിലും ചാനലുകളിലും വരികയും ജയിലുകളും പോലീസ് സ്റ്റേഷനൊക്കെ ആവുമ്പോഴാണ് സംഘടന മുജാഹിദാണെന്ന് പറയാൻ അപമാനം തോന്നുക. അങ്ങോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ആളുകളെ നന്നാക്കിയെടുക്കാമായിരുന്നു. വളരെ വളരെ വ്യക്തമായും മുജാഹിദ് ആദർശവും ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും കൈവിട്ടതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. TP അബ്ദുൽ ഖാദിർ മദനി ഇങ്ങനെയൊക്കെ പറയുമ്പോ ബഹുമാനായ TP അബ്ദുൽ ഖാദിർ മദനി ഖത്തീബുമാരെ കുറിച്ചിട്ടും ഈ ആളുകളെ കുറിച്ചും ഇങ്ങനെയൊക്കെ പറയുമ്പോ ചില ആളുകൾക്കൊക്കെ പറയാണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഉമർ കോയ മദീനി ശമ്പളം നൽകുന്നതായാണ്, ഉന്നതനായവരുടെ പണ്ഡിതനാണ് അദ്ദേഹം. TP അബ്ദുൽ ഖാദിർ മദനിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇവിടെ അത് കേൾപ്പിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ല, നമ്മളത് അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കടലുണ്ടി എന്ന ഈ പ്രദേശത്തിന്റെ ഉത്ഭുതതയ്ക്ക് പിന്നിലെങ്കിലും വിയർപ്പൊഴുക്കിയ വളരെയധികം സേവനങ്ങൾ അർപ്പിച്ച ഒരു പണ്ഡിതനാണ് ബഹുമാനായ TP അബ്ദുൽ ഖാദിർ മദനി എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരിക്കലും ജാഹിൽ എന്ന് വിളിക്കാൻ ഞങ്ങൾ ആളല്ല. അദ്ദേഹം കാരണം ഒരാളും മുസ്ലിം ആയിട്ടില്ല, ഒരാളും ആദർശ രംഗത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ അനുയായികൾ പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാണ്. TP അബ്ദുൽ ഖാദിർ മദനിയുടെ പ്രസംഗങ്ങളുടെ എത്ര ആളുകളാണ് തൗഹീദ് ഉൾക്കൊണ്ടുവന്നിട്ടുള്ളത്? ഏതൊക്കെ മനുഷ്യന്മാരാണ്? ആ ബഹുമാനപ്പെട്ട TPയുടെ വയത് കേട്ടത് മുതലാണ് ഞാൻ 5 വക്ത് നമസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ തുടങ്ങിയതെന്ന് പറയാൻ തുടങ്ങിയത് ഉണ്ടോ? ഒരാളെ കൊണ്ടുവരുന്നത്, ഒരാളെ കാണിച്ചു തരൂ. അയാളുടെ പ്രസംഗം കൊണ്ടാണ്, അയാൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിപ്പോ പള്ളിക്ക് വരാത്തതെന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ കേട്ടു. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, അത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മനുഷ്യനെ കണ്ട നേതാവ് എന്നാല് ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു, അതൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് വിവരമില്ലാന്ന് പറഞ്ഞു, ഇത് ബാക്കി വിവരമുണ്ടെന്ന് പറയും. അയാൾക്ക് വിവരമുണ്ടെന്ന് പറയും. അത് തന്നെയാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാരുടെ മരണത്തോടുകൂടി ജാഹിലികൾ രംഗം കൈയടക്കും. അങ്ങനെ ജാഹിലികൾ ആളുകൾ പ്രസിഡന്റാക്കും. അവരോട് ചോദിക്കും, വിവരമില്ലാത്തവർ ഫത്വ പറയും, അങ്ങനെ ആളുകളെ പഠിപ്പിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്ക് റോളില്ല, അവരെ മാറ്റി നിർത്തിയിട്ട് ഈ രൂപത്തിലുള്ള ജാഹിലികളാണ് ഫത്വ ഇറക്കുന്നത്. അത് ശരി തന്നെയാണ്. ഇപ്പോ തുറന്ന് സത്യം പറഞ്ഞു കൊടുക്കണ്ടേ, ജക്കരിയ സലാഹി കൊടുക്കണ്ടേ? അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ. ഏതായാലും നമ്മൾ അങ്ങനെ പറയുന്നില്ല, നമുക്കങ്ങനെ പറയാനുള്ള താല്പര്യമില്ല. പക്ഷേ അദ്ദേഹത്തെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കുലറുകളൊക്കെ ഇറക്കി ഇങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നില്ല കുറെ ആൾക്കാരെ. ഉമർ കോയ മദീനെ പുറത്താക്കിയിട്ടുണ്ടോ? ഉമർ കോയ മദീനെ പുറത്താക്കിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ പറയും എന്താണ് സംഘടനയുടെ അവസ്ഥ എന്ന് പോലും അറിയുന്നില്ല. എനിക്കറിയാം ജക്കാസയുടെ അരികൾ വന്ന് സമ്മേളനത്തിന് പോകരുതെന്നും അത് 5 പൈസ കൊടുക്കരുതെന്നും പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത് എനിക്കറിയാം. അപ്പൊ എന്താവും സമ്മേളനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെങ്ങനെ മറുപടി ഇല്ല.
ഇത്തരം കാര്യങ്ങൾക്ക് സ്വന്തം അനുയായികൾ ഇങ്ങനെ പറയുന്നു, നേതാക്കൾ ഇങ്ങനെ പറയുന്നു. ആരെ നയിക്കണമെന്ന് അറിയില്ല. പശുവിനായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാൾ അവസാനം പശു പാഞ്ഞപ്പോ മുന്നിലാണ് പശുവിനെ കൊണ്ടിറക്കുന്ന ആളുള്ളത്. ചിലപ്പോൾ പശു പാഞ്ഞ് പശുവിന്റെ പിന്നാലെ കയറും പിടിച്ചിട്ടാണ് ഇയാൾ ഓടുന്നത്. അപ്പൊ ഒരാൾ ചോദിച്ചു എവിടുക്കാ മയ്യനെ പോകുന്നത് ചോദിച്ചു. എവിടുക്കാ പോകുന്നത് ഈ പയ്യനോട് ചോദിച്ചു നോക്കുകയായിരുന്നു. പയ്യ പോകുമ്പോഴത്തേക്ക് ഇയാൾ മയ്യനെ. അതേപോലെ ഇതിപ്പോ എവിടുക്കാ പോണെന്ന് ഈ അനുയായികളോട് ചോദിക്കണം. ഈ ഉമ്മർ കോയ മദീനി പറഞ്ഞപ്പോ ഇത് എവിടുക്കാ പോണെന്ന്. അതാണ് ഇപ്പൊ നേതാക്കന്മാരുടെ അവസ്ഥ. ഇങ്ങനെ പോയി ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടില്ല. ഈ അടുത്ത ഇപ്പൊ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു ബാലു ഉണ്ടല്ലോ, ബാലുശ്ശേരി, അദ്ദേഹത്തിനും ടി പി അബ്ദുൽ കോയ മദീനിയോട് വലിയ സ്നേഹമാണ് എന്ന് കേട്ടോളൂ. പഠിച്ചോ നിനക്ക് ഉപജീവനം കാണിച്ചത് ഇത് ആര് പറഞ്ഞതാ? അബ്ദുൽ ഖാദർ പറഞ്ഞ, അബ്ദുൽ ഖാദർ പറഞ്ഞ അല്ലേ? ഇത് അബ്ദുറഹ്മാൻ പറഞ്ഞ അല്ലേ? ഇത് വേറെ ആരെങ്കിലും പറഞ്ഞ അല്ല? പിന്നെ എന്താ പറയാ? നീ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ നിനക്ക് നീ അറിയാത്ത മാർഗത്തിൽ ഉപജീവനം നൽകും. പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു ഘട്ടം വന്നു. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ? അപ്പൊ ആലോചിക്കണം, ഞാൻ ഇതിലേക്ക് ബന്ധപ്പെട്ടാലേ എന്റെ കച്ചവടം നടക്കും, എന്റെ ഉപജീവനം നടക്കും. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. ഇബ്ലീസ് തോന്നിച്ചു. കാരണം ഇബ്ലീസിന്റെ പണി എന്താ? ഹറാമ് ചെയ്യിപ്പിക്കുക, ഹലാലിൽ നിന്ന് മനുഷ്യരെ തടുക്കുക. എല്ലാവരും അംഗീകരിക്കുമല്ലോ. അല്ല, ഇബ്ലീസിന് മനുഷ്യ ജീവിച്ച ഒരു പങ്കുമില്ല എന്ന വിശ്വാസത്തിലേക്കുള്ള യാത്രയാണോ? ആയിക്കോളൂ, വിരോധമൊന്നുമില്ല. പക്ഷേ നരകമേ ഷുവർ, യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇവിടെ നീക്കുപോക്കുകളില്ല, ആർക്കും വേണ്ടി സംസാരിക്കില്ല. കേട്ടല്ലോ, ഖുർആനിലില്ലാത്തൊരായിട്ടാണ് അദ്ദേഹം ഖുർആനിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് അയാളുടെ വിവരക്കാരൊക്കെ നമുക്ക് അവഗണിക്കാം, കാരണം അത്രേ ഉള്ളൂ അയാളുടെ വിവരം. പക്ഷെ ആര് പഠിപ്പിച്ചെന്ന്? ആരെ അബ്ദുള്ള കോയ നിങ്ങൾക്ക് അറിയോ? ആരെ അബ്ദുൽ ഖാദർ നിങ്ങൾക്ക് അറിയോ? ആരെ അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് അറിയോ? മൂന്നാളെ പേരായത് പറഞ്ഞത്. ഇത്രയും അപമാനിതരാക്കിക്കൊണ്ട് സ്വന്തം നേതാക്കന്മാരെ കുറിച്ച് സംസാരിക്കുന്ന കുറെ അനുയായികൾ. ഇതിപ്പോ പുറത്താക്കിയിട്ടില്ലല്ലോ, വിലക്കേർപ്പെടുത്തിയിട്ടുള്ളൂ. സംഘടനയുടെയോ സ്ഥാപനങ്ങളുടെയോ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കരുത്, അത്രേ ഉള്ളൂ ഇതിനൊക്കെ എപ്പോഴുള്ളത്. അതാണ് ഇപ്പൊ സ്വന്തം അനുയായി തന്നെയാണ് ഇപ്പോഴുള്ളത്. അല്ലാതെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കിയത് ആകെ ലക്കിരാസലയ്യ മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊക്കെ ഈ വിലക്കേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു. ഏകദേശം കൈകളൊക്കെ മലിനമായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനായ നേതാക്കന്മാർക്ക് ഞാൻ തോന്നിയിട്ട് ബഹുമാനായ ടി പി അബ്ദുൽ കോയ മദീനി ആ വിഷയം എന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഒരു കിട്ടിയൊരു സന്ദർഭത്തിൽ നമ്മുടെ നല്ല പ്രവർത്തകന്മാരുടെ മുന്നിൽ പറയാം, ഒരു വിചാരം ഉണ്ടാകുന്നു. നമ്മുടെ സംസ്കാരം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, നമ്മുടെ പ്രസ്ഥാനം വിമർശിക്കപ്പെടുന്നു, നമ്മുടെ ഈ ആദർശം കൈകാര്യം ചെയ്യുന്ന കൈകൾ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഇത് നാം തന്നെയാണ് അതിന് കഴിയേണ്ടത്, നാം തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക, ഇത് ശരിയാണോ? ആരോഗ്യകരമായ ആദർശ ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്? അല്ലല്ലോ. ഇവിടെ എല്ലാം നമ്മൾ ഒന്നാണ് എന്നൊരാശയം ഉണ്ടായാൽ ഇപ്പൊ അനസും ഹനീഫും നേരത്തെ മറ്റു കൂട്ടത്തിലായിരുന്നു, സെലക്റ്റിയായിട്ടും കൂട്ടത്തിലായിരുന്നു, ഇപ്പൊ എന്തേ മാറിയെന്ന് വെച്ച് നടക്കണം. അത് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ തന്നെയല്ലേ എല്ലാം. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ അതല്ലേ, അതെന്താ ഇവർക്ക് സാധിക്കാത്തത്? കേട്ടല്ലോ. ഇനി കൈകൾ മലിനമായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായി. എന്തൊക്കെ നമ്മുടെ ആദർശം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി കുറെ നേരത്തെ പറഞ്ഞ പോലെ കുറെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരാ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയത്? CP ഉമർ സുലൈമാന്റെ നേതൃത്വത്തിലുള്ള മുജാഹിദുകളാ? ടി പി അബ്ദുൽ കോയ മദീനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മുജാഹിദുകളാണ്. അവരുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? ആദർശത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു, പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തകരുടെ പ്രബോധകരുടെ കൈകൾ മലിനമാക്കപ്പെടുന്നതെല്ലാം ഉണ്ടായോ? ഇല്ല. ഗൂഢതന്ത്രങ്ങളുടെയും ഗൂഢാലോചനകളുടെയും ഒക്കെ ഒരു പരിണിത ഫലം എന്നോണം ഇങ്ങനെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധർമ്മവും ആദർശ വ്യതിയാനവും അന്യായമായി ഒരാൾക്ക് നേരെ ആരോപിച്ചാൽ അതിങ്ങോട്ട് തിരിച്ചു വരും. അത് പ്രവാചകൻ പറഞ്ഞതാ. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ പറഞ്ഞത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അത് അന്യായമായാണ് ആരോപിച്ചതെന്ന് കൂടി മനസ്സിലാക്കുക. ഈ അടിസ്ഥാനം കൂടെ അപ്പുറത്തെത്തിപ്പെട്ടു. നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പഴയ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് സക്കരിയ സലാഹി പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ.
ഭിന്നിപ്പിച്ചു. നല്ല നിലക്ക് മുജാഹിദീങ്ങൾ യോജിച്ചു കൊടുത്ത് അവിടെയാണ് ഭിന്നിപ്പെട്ടാക്കി. ഇയാൾ വന്നിട്ട് പറഞ്ഞ് നമുക്ക് ജമിയത്തുൽ മുഅ്മിനീൻ വിശദീകരണ റൂമിൽ കൊടുക്കണം. അപ്പൊ ബഷീർ പറഞ്ഞ് ആ ഇടവണ്ണ സംയുക്ത സീഡി കൊണ്ടല്ലേ നമ്മൾ ബാലൻസ് മറുപടി പറഞ്ഞിട്ട് കൊടുങ്ങ നമ്മൾ മനുഷ്യന്മാരോട്. ഇനിയിപ്പോ നിങ്ങൾ വിശദീകരണം കൂടി നമ്മൾ ഇസ്രായേൽ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ആളുകൾക്ക് നടത്തിയാൽ പോരെ? എന്തിനാ ഇതിൽ കൊടുക്കുന്ന യോഗം മുഴുവൻ അതിൽ തെറ്റി എന്നിട്ട് വേറെ ക്ലാസ് റൂം ഉണ്ടാക്കി? അപ്പൊ എവിടെയാണോ ഐക്യമുള്ളത് അവിടെ തുക ഭിന്നിപ്പെട്ടാക്കുക. ബ്രിട്ടീഷ് ആരെപ്പറ്റി അറിയോ? നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യം. അബ്ദുറഹ്മാൻ സലഫി അരമണിക്കൂർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം 2 കഷ്ണമായി പിളരും. അത്രയ്ക്കും പിളർപ്പ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആളാണെന്ന് 10 കൊല്ലം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ? ഇപ്പോഴാ മനസ്സിലാവുന്നത്. ഇവിടെ തീർന്നിട്ടില്ല. അദ്ദേഹം നിലവിളിക്കുന്നുണ്ട്. എ പി അബ്ദുൽ ഖാദർ മൗലവിയോടും ടി പി അബ്ദുൽ മൗലവിയോടും കരഞ്ഞു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് കേട്ടോളൂ. കർഷകരെ ഭദ്രാക്കി തന്നില്ല ഞാനൊക്കെ അന്നേ പിളർപ്പിന്റെ കാലത്ത്. അന്ന് കേട്ടോക്കൂ. ആണല്ലോ ഇപ്പൊ സംഭവിച്ചത്. അല്ലേ? ഞാൻ പലപ്പോഴും ചോദിച്ചു, എനിക്ക് KNM മെമ്പർഷിപ്പ് നിഷേധിച്ചു ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ചോദിച്ചു എ പിയോടും ടി പിയോടും, ഞാൻ നിങ്ങളൊപ്പല്ലേ നിന്നത് സംഘടന പിളർന്നപ്പം? നിങ്ങളുടെ ഈ കസേര ഭദ്രമാക്കുന്നതിൽ എനിക്കുമുണ്ടല്ലോ ഒരു പങ്ക്. പക്ഷെ ആ കസേര അമർത്തി കഴിയുന്നത്ര വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുക എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അവരെ പറ്റി പ്രേരിപ്പിക്കുന്നത്. ഒരു കോക്കസ്, ഒരു ഉപജാപക സംഘം, അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സംഘമാണ് പലപ്പോഴും ഇത്തരം കോക്കസ് കളികൾ സംഘടനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കസേരന്റെ ചോട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അമർത്തി വേദനാക്കിക്കൊണ്ടിരിക്കുകയാണ് ടി പി അബ്ദുൽ അഹമ്മദിനെ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് പറയുന്നത്. ആ കസേര നിലനിർത്താൻ പണിയെടുത്ത് നമുക്കറിയാലോ. അന്ന് കസേര നിലനിർത്താൻ പണിയെടുപ്പിച്ചതിന്റെ ദുര്യോഗമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബഹുമാന്യ നേതാക്കന്മാർ. ഈ ആൾക്കാരെ കണ്ടൊക്കെ പണിയെടുപ്പിച്ചത് ഇവർ ചെയ്ത നെറുകേടുകൾക്കുള്ളതാണ് ഇപ്പൊ അനുഭവിച്ചു തീർക്കുന്നത്. ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ചിട്ട് ഇദ്ദേഹം വീണ്ടും പറയുന്നത് അദ്ദേഹം കുതന്ത്രത്തിൽ ജനിച്ച് കുതന്ത്രത്തിൽ ജീവിച്ച് അങ്ങനെ കുതന്ത്രത്തിൽ തന്നെ മരിച്ചു പോകുന്ന ഒരാളാണ്. ഇത് നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, അബ്ദുറഹ്മാൻ സലഫിയുടെ കുതന്ത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിലേക്ക്, ആ വിവാദത്തിലേക്ക് വഴിവെച്ച ഒന്നാമത്തെ ഘടകം എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് പൂമാല അണിയിച്ച ആളാ ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് ഇപ്പൊ ഈ പറഞ്ഞതും ഈ പറയുന്നതോടൊന്ന് കേട്ടു. കുതന്ത്രമാണല്ലോ ആകുള്ളത്. കുതന്ത്രത്തിൽ ജനിച്ച് കുതന്ത്രത്തിൽ വളർന്ന് കുതന്ത്രത്തിൽ മരിക്കാൻ നിൽക്കുകയുള്ളൂ. തീർച്ചയായും കുതന്ത്രം കരയേണ്ടവർക്ക് കാര്യം. നല്ല സൂപ്പർ സ്റ്റാറുകളാ. എന്താ കരച്ചിലുകൾ. ഖത്തർ പോയിട്ട് ഇന്നേക്കിട്ട് പറ്റി ഇന്നാമത്തെ ശിഷ്യനാണ്, അങ്ങനെയാണ് അങ്ങനെയാണ് പേരും പാലല്ല എനിക്കിങ്ങനെ തന്നോണ്ടിരിക്കണേ. കാരണം ആലോചിച്ച് നോക്കി. അപ്പൊ കരയേണ്ടവർക്ക് കാര്യം, ചിരിക്കേണ്ടവർക്ക് ചിരിക്കും. ഈ രൂപത്തിൽ ഒരു മതസംഘടനയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള രീതികളുമായിട്ടാണ് സുഹൃത്തുക്കളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് ഇപ്പൊ ഉണ്ടായ തിരിച്ചറിവ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ പറഞ്ഞത് അതൊക്കെ ഈ 2 കൂട്ടർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. സക്കരിയ സലാഹി സലഫി മനഹജിന്റെ മറവിൽ ഇവിടെ ശിർക്ക് ഇറക്കുമതി ചെയ്യും നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഗൾഫിലെ സലഫികൾ എന്ന് പറയുന്ന ഇവർ കൊണ്ടുപറയുന്ന ആൾക്കാരുടെ ആദർശം ഏറ്റുവാങ്ങിയാൽ അത് ഇവിടുത്തെ ആദർശത്തെ ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ത്യാഗോജ്വലമായ പോരാട്ടത്തിലൂടെ അതിവിടെ സാധ്യമാക്കിയതിന്റെ ആദർശത്തെ അട്ടിമറിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മളത് KJUവിന്റെ തീരുമാനം അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഉന്നയിച്ചില്ല ആരോപണം. നമ്മളത് അംഗീകരിക്കാതിരുന്നിട്ടില്ല. നമ്മൾ KJUവിന്റെ ആ തീരുമാനങ്ങളിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ അന്ന് KJUവിന്റെ തീരുമാനത്തെ അങ്ങേയറ്റം വലിയ കാര്യമായി അവതരിപ്പിച്ച് നമ്മളത് ലംഘിച്ചു എന്ന് പറഞ്ഞ് നടന്നിരുന്ന അതേ സക്കരിയ സലാഹി ഇപ്പൊ ചോദിക്കുകയാണ്, KJUവിന്റെ തീരുമാനം എന്താ? ഖുർആനാ? അത് വഴി ഇറങ്ങിയതാ എന്നൊക്കെ ചോദിക്കുന്നു. അതേപോലെ തന്നെ വിശദീകരിക്കാൻ KJUവിന്റെ തീരുമാനം വിശദീകരിക്കാൻ എന്ന് പറഞ്ഞ് അന്ന് നടന്ന ആരൊക്കെയായിരുന്നു? ഈ സക്കരിയ വരെ നടന്നില്ലേ? ആ KJUവിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന CP ഉമർ സുലമി അതിൽ പങ്കെടുപ്പിച്ചോ? പക്ഷേ CP ഉമർ സുലമിക്ക് എതിരിലായിരുന്നു വിശദീകരണം സംഘടിപ്പിച്ചിരുന്നത്. അന്ന് അതിന് കൊട പിടിക്കുകയും അതിനുവേണ്ടി കൊടി പിടിക്കുകയും ചെയ്ത സക്കരിയ സലാഹി ഇപ്പൊ പറയുന്നു ഈ KJUവിന്റെ തീരുമാനം അതിന്റെ എല്ലാ അംഗങ്ങളും വിശദീകരിക്കാൻ അർഹരാണ്, അല്ലാതെ ഇവർ 3 ആൾ വിശദീകരിച്ചാൽ പോരാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും സക്കരിയ സലാഹി അച്ചാരം വാങ്ങിയിട്ടുണ്ട് ആരെടുത്തുന്നോ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവർ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളുടെ സക്കരിയ സലാഹിയുടെ കൂടെ കുറെ ആൾക്കാരുള്ളത് ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഈ നേതൃത്വത്തെ ബഹുമാനായ ടി പി അബ്ദുൽ അഹമ്മദിനെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗം കേട്ടോ.
നമ്മുടെ സമയം ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് ഈ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എന്തൊരു തകരാറൊന്നും തോന്നുന്നുണ്ട്. ഏതായാലും വിഷയങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ, യഥാർത്ഥ മുജാഹിദ് സത്യത്തിന്റെ പാത ഏതാണ് എന്ന്, സത്യത്തിന്റെ മാർഗം ഏതാണ് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറച്ചു നിന്നിരുന്നത് പട്ടങ്ങളും സഹിച്ചുകൊണ്ട് നമ്മൾ ഉറച്ചു നിന്ന് സത്യത്തിന്റെ ഭാഗത്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളുടെയൊക്കെ നിർഭയത്വം നഷ്ടപ്പെടുത്തിയ ഈ അന്ധവിശ്വാസ പ്രചാരകരെ തിരിച്ചറിയുന്നത് കേവലം ഒന്നോ രണ്ടോ വ്യക്തി, ഒട്ടേറെ 370ഓളം ആളുകൾ അപ്പുറത്തുണ്ട് എന്ന് സക്കരിയ സലാഹി പറയുന്ന ക്ലിപ്പാണ് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ഇപ്പോ നമ്മൾ തകരാറ് കാരണം ഇടാൻ കഴിയാതിരുന്നത്. 370ഓളം പണ്ഡിതന്മാര് അദ്ദേഹത്തിൻ്റെത് ഇപ്പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. ലെറ്റർ പാഡും സീലും അപ്പുറത്താണല്ലോ, അതുകൊണ്ട് സൗകര്യം അപ്പുറത്താണല്ലോ എന്നുള്ളതുകൊണ്ട് അവിടെ നിന്നോളിന്ന് ഞാൻ അവരോട് പറഞ്ഞതാന്നാ സക്കരിയ സലാഹി പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ ആളുകൾ ഇപ്പോ നമ്മൾ സാധാരണ പറയാറുള്ളൂ, നേർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ആന, ആ ആനനെയുള്ള പിറ്റേന്ന് ഉത്സവത്തിലും പങ്കെടുക്കാൻ പോകുന്നത്. അതേപോലെയാണ് ഇപ്പൊ ഈ കൗമിന്റെ അവസ്ഥ. സക്കരിയ സലാഹിയുടെ പ്രസംഗം പരിപാടി വിജയിപ്പിക്കാൻ പോകുന്നത് ആനയുടെ, ഇപ്പുറത്ത് ഈ മറ്റേ പരിപാടി വിജയിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ രണ്ടിനും അങ്ങോട്ടും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ദുര്യോഗത്തിലുള്ളത്. അവസാനമായി ഞാൻ നിങ്ങളൊരു ക്ലിപ്പ് കൂടി കേൾപ്പിച്ച് അവസാനിപ്പിക്കുക. ബഹുമാനായ ടീച്ചറിലൊക്കെ അതിനിടെ ഒരു വേദന കൂടി നമുക്ക് കേൾക്കാം. ഞാൻ വീട്ടിലെത്തി. ഒരു നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തൊരു കാവാണ്. എന്റെ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു വാഹന സൗകര്യം ഇല്ലാത്തൊരു നാടയുണ്ട്. റെയിലുമ കൂടെ നടന്നിട്ട് 5 കിലോമീറ്റർ റെയിലുമ കൂടെ നടന്നിട്ട് ഒറ്റ 1.5 മണിക്ക് 2 മണിക്കൊക്കെ ഞാൻ വീട്ടിലെത്തി. ഒരു പേടിയും ചെയ്തില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്ന അള്ളാനെ പേടിക്കല്ലാതെ തവക്കുലാക്കി നടത്തുന്ന ഒരു പ്രശ്നമില്ല. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിലേക്ക് നിർഭയത്വമുള്ളത്. ഇത് നേരെ മറിച്ച് അവനാന്റെ ഭാര്യനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത, അവനാന്റെ കൊലയ്ക്ക് ചെല്ലാൻ പറ്റാത്ത, അതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത, എല്ലാം കൂടി എന്ത് കോലക്കനാക്കിക്കുന്നു. എന്താക്കി ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. ഇവിടെ തെളിവുകളുണ്ട്, രേഖകളുണ്ട്. ആരൊക്കെ ഒരാൾ പറഞ്ഞുവല്ല, വിവിധ ഈ വീക്ഷണങ്ങൾ ഇങ്ങനെ വളർന്നു വരാം. കേട്ടല്ലോ, അവനാന്റെ ഭാര്യമാരെ പോലും വിശ്വസിക്കാൻ വയ്യ. എന്നാണ് ഭാര്യമാരെ വിശ്വസിക്കാൻ പറ്റാതായത്? 2006, 2007 കാലഘട്ടങ്ങളിൽ പള്ളിയുടെ മെമ്പറിൽ വെച്ചാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. ജിന്നിന്റെ കോലത്തിൽ ഭാര്യ വരും, ഭർത്താവ് വരും, ലൈംഗിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ പ്രസവം, കുട്ടി ജനിക്കലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നത് ഈ ആൾക്കാരെ കൊണ്ടുവരുന്നില്ലേ? സ്വന്തം നേതാക്കന്മാരെ ഞാൻ നേരത്തെ ബഹുമാനായി ലത്തീഫ് ചോദിച്ചല്ലോ, അന്ന് രൂപീകരിച്ച അഡ്വോക്കറ്റ് കമ്മിറ്റിയിൽ ആരാ ഇപ്പൊ കൂടുള്ളത്? 2 ആൾക്കാരെ കൂടുള്ളൂ. ബാക്കിയൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ അപ്പുറത്താ. അന്ന് യഥാർത്ഥ ISM-നെ പിരിച്ചുവിട്ട്, യഥാർത്ഥ ആദർശമുള്ള ISM-നെ പിരിച്ചുവിട്ട് ആ ഒരു നെറുകേടിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക. മുജാഹിദുകൾക്ക് പേടി തുടങ്ങി, ജിന്നിനെ പേടി തുടങ്ങിയതല്ല, തുടങ്ങിയിട്ട് കുറെ കാലായി. ഇപ്പോഴാണ് ഏതായാലും ഇതൊക്കെ തിരുത്താനുള്ളത് ആർജവം, ഈ ആളുകളെ കണ്ടെത്താനുള്ള ഒരു ആർജവം ബഹുമാനായ നേതാക്കന്മാർക്ക് ഉണ്ടാകണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തികച്ചും പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനം പുലർത്തിപ്പോന്ന ആളുകൾക്കിടയിൽ പ്രബോധനം ചെയ്ത, നമ്മൾ മുറുകെ പിടിച്ച ത്യാഗോജ്ജലമായ പോരാട്ടത്തിലൂടെ പൂർവികരുടെ സ്ഥാപിച്ചെടുത്ത ഈ ആദർശത്തിന്റെ കെട്ടുറപ്പിനും സംരക്ഷണത്തിനും വേണ്ടി മാത്രമാണ്. ഇത് ഉൾക്കൊള്ളുന്ന ആളുകളുടെ മഹത്തായ പരിശുദ്ധമായ വിശുദ്ധമായ കൂട്ടായ്മ, ആ പഴയ നല്ല കാലം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ പഴയ നല്ല കാലം തിരിച്ചു വരേണ്ടതുണ്ട്. അതിന് ഈ ആളുകൾക്ക് ദുരഭിമാനം മാറ്റിവെച്ച് യഥാർത്ഥ ആദർശത്തിന്റെ പാത ബഹുമാനായ CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിൽ മർക്കസ് ദഅവ കേന്ദ്രമാക്കി അവിടെ പ്രബോധനം ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു പരിക്കുമേൽക്കാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം ഇവിടെയുണ്ട്. ദുരഭിമാനങ്ങൾ മാറ്റിവെച്ച് പണവും ഭൗതിക സൗകര്യങ്ങളുമല്ല നാളേക്ക് ബാക്കി വെക്കാനുള്ളത് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഇതിലേക്ക് തിരിച്ചു വരിക, തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുക. ബഹുമാനായ നേതാക്കന്മാരോടും അവരോടൊപ്പം നിൽക്കുന്ന ബഹുമാനായ സുഹൃത്തുക്കളോടും ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും പൈതൃകവും അനുഭവിച്ചെറിഞ്ഞ പഴയകാല പ്രവർത്തകരോടും നമുക്ക് പറയാനുള്ളത് ഈ ഒരേ ഒരു കാര്യമാണ്: ഈ ആദർശത്തിലേക്ക് തിരിച്ചു വരിക. ഈ ആദർശത്തിന്റെ കൂട്ടായ്മ വളർന്നു വരണം. പരിഹസിക്കുകയും അതുപോലെ തന്നെ ആദർശത്തെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്താനും അവരെ മാറ്റി നിർത്താനും തയ്യാറാവണം. നമ്മളെ ബഹുമാനായ നേതാക്കന്മാരെ കുറിച്ച് BMW കാർ ഓടിക്കുന്ന കള്ളുകുടിയനെ പോലും ഉപമിച്ചു ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ആൾക്കാർ. എന്നിട്ടും അങ്ങനെ നടക്കണ്, വിലക്കേ ഉള്ളൂ. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങേയറ്റം പാര പണിതിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നത്, ഈ ഗതികേട്, ഈ ഒരു അപമാനകരമായ അവസ്ഥ. മുജാഹിദാണെന്ന് പറയാൻ അഭിമാനമുണ്ടാകും ബഹുമാനായ നേതാക്കന്മാരെ. ഇപ്പോൾ അപമാനമുണ്ടാകുന്നത് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് മാറുന്നതോടെ മുജാഹിദാണെന്ന് പറയാൻ അഭിമാനമുണ്ടാകും. ഞങ്ങളത് അനുഭവിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദാണ്, യഥാർത്ഥ മുജാഹിദാണ് എന്നതിന്റെ അഭിമാനം, ആ ആനന്ദം, ആ ആഹ്ലാദം, ആ ആത്മവിശ്വാസം ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: അന്ന് പുലർപ്പിന്റെ കാലത്ത് ഗൂഢതന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും ഗൂഢാലോചനയുടെയും അനാവശ്യമായ ആരോപണങ്ങളുടെയും വ്യാജാരോപണങ്ങളുടെയും പിന്നാലെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്, പലതും നഷ്ടമായിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിൽ സീറ്റ് നഷ്ടമായിട്ടുണ്ട്, പല സ്ഥാപനങ്ങളിൽ ജോലി നഷ്ടമായിട്ടുണ്ട്, പലർക്കും കുടുംബങ്ങൾ നഷ്ടമായിട്ടുണ്ട്, പലർക്കും പണം നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ പലതും നഷ്ടമായിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളെയെല്ലാം ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് ഉറച്ചു നിന്നത് സത്യത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാനുള്ള അതിയായ ആഗ്രഹവും അതിയായ ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത നന്ദി പ്രകടനമാണ്. ആരിഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വരുന്ന തിങ്കളാഴ്ച കരുവന്തിരുത്തി മടത്തിൽപ്പാടത്ത് വെച്ച് നസീർ ചെറുവാടി, PM ഗഫൂർ എന്നിവരുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. 14/12/2012 വെള്ളിയാഴ്ച കല്ലുണ്ടി ലെവൽ ക്രോസിൽ ജാസിർ രണ്ടത്താനിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും. ISM കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി കേന്ദ്രം കടലുണ്ടി പഞ്ചായത്ത് സംഘടിപ്പിച്ച